الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവുമെല്ലാം നിറഞ്ഞ നല്ലവരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമളാനും നമ്മുടെ നോമ്പും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ ഇൽമും നമ്മുടെ അമലും നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി സ്വീകരിച്ച് ആഖിറത്തിലേക്കുള്ള വലിയൊരു അമലായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ശുദ്ധ റമളാനിന്റെ ഭാഗമായി നമ്മൾ ചെയ്ത എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകളെല്ലാം ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ ഒരു അമലായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മുടെ ഖൽബുകൾക്കും നമ്മുടെ മനസ്സിനുമെല്ലാം അല്ലാഹു വലിയ റാഹത്ത് അല്ലാഹു നൽകട്ടെ. അല്ലാഹുവേ, എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. വിശുദ്ധമായ റമളാനിലെ 20ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഈ 20 ദിവസവും ഞങ്ങൾ നോറ്റ നോമ്പ് അല്ലാഹ് നിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ള അമലാക്കണേ അല്ലാഹ്. വലിയ പുണ്യമുള്ള അമലായി സ്വീകരിക്കണേ റബ്ബേ. ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഇജാബത്തുള്ള അമലായി സ്വീകരിക്കണേ അല്ലാഹ്. എന്ത് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ അതെല്ലാം പരിഹരിക്കണേ റഹ്മാനേ. ഒരു തെറ്റ് പോലും ആഖിറത്തിലേക്ക് നീ മാറ്റിവെക്കല്ലേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ 6 അടി മണ്ണിന്റെ ഉള്ളിലാണ്. അവരുടെ മണ്ണറകളെ നീ മണിയറകളാക്കണേ അല്ലാഹ്. എല്ലാ പാപങ്ങളും അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു സ്ഥലത്തും അവരെ ആരെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. ഖബർ നീ വിശാലമാക്കണേ റഹ്മാനേ. അവരുടെ മണ്ണറകളെ നീ മണിയറകളാക്കണേ അല്ലാഹ്. അടുത്ത റമളാനാകുമ്പോ ഞങ്ങളിൽ ആരുണ്ടാകുമെന്ന് ഒരു ഉറപ്പും ഞങ്ങൾക്കില്ല. റബ്ബായ നീയാണ് ഞങ്ങൾക്ക് ദീർഘായുസ്സു തരേണ്ടത്, ആഫിയത്ത് തരേണ്ടത്, ആരോഗ്യം തരേണ്ടത്. അടുത്ത റമളാൻ എത്തിച്ചു തരേണ്ടവൻ നീ തന്നെയാണ്. അല്ലാഹുവേ, അടുത്ത റമളാൻ ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണേ അല്ലാഹ്. നൽകണേ റബ്ബേ, നൽകണേ അല്ലാഹ്. അടുത്ത റമളാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പറയാണ്, വയംബഗി അൻ യകൂനൽ ഇജ്തിഹാദ് ഫി അവാഖിരിശ് ശഹ്രി. അതേ, പരിശുദ്ധമായ റമളാനിലെ അവസാനത്തെ രാവുകളിൽ നിങ്ങൾ കൂടുതൽ പരിശ്രമിക്കണേ.
എന്തിനു വേണ്ടിയാണ്? കഴിഞ്ഞ ദിവസങ്ങളെക്കാളും റമദാനിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ, അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ കൂടുതൽ അല്ലാഹുവിലേക്ക് ഇബാദത്തുകളിനാലെ അല്ലാഹുവിലേക്ക് നിങ്ങൾ വ്യാപൃതരാവണം, നിങ്ങളെ അടുക്കണം. അതേ 2 കാരണങ്ങളാണ്. ലിശൈഅൈനി, 2 കാരണങ്ങളാണ്. മഹാനായ അല്ലാമ ജൗസി റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു 2 കാരണങ്ങളാണ് അതിനു വേണ്ടി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അഹദുഹുമാ, അതേ 2 കാരണങ്ങളാണ്. ഒന്ന്, പ്രിയമുള്ളവരെ, മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു പറയാണ്, കഴിഞ്ഞ ദിവസങ്ങളെ പോലെ റമദാനിന്റെ അവസാന 10 ദിനങ്ങൾ കണ്ടാൽ പോരാ. ആ 10 ദിവസങ്ങളിൽ വരാനിരിക്കുന്ന 10 ദിവസങ്ങൾ വളരെ മർമ്മപ്രധാനമായ ദിവസങ്ങളാണ്, വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ദിവസങ്ങളാണ്, വളരെ സൂക്ഷിക്കേണ്ട ദിവസങ്ങളാണ്. മഹാനവറുകൾ അതിന് 2 കാരണങ്ങൾ പറയുകയാണ്. ഒന്ന് എന്താണെന്നറിയുമോ? അതേ പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്നത് അവസാനത്തെ 10-ലാണല്ലോ. സുബ്ഹാനല്ലാഹ്. അതേ പരിശുദ്ധമായ റമളാനിലെ ഏറ്റവും പുണ്യമേറിയ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഒരു അമൽ ചെയ്താൽ 82 വർഷങ്ങളോളം അമൽ ചെയ്ത കൂലി ലഭിക്കുന്ന വളരെ പുണ്യമേറിയ ഒരു രാവ്. ആ രാവ് വരുന്നത് ഈ വിശുദ്ധമായ അവസാനത്തെ 10-കളിലാണല്ലോ. അതാണല്ലോ കൂടുതൽ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങള് അവസാനത്തെ 10-നെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണേ. മഹാനായ അല്ലാമ ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് രണ്ടാമത്തെ കാരണമായി മഹാനവറുകൾ രേഖപ്പെടുത്തുന്നത് ലായദിരീ, നമുക്ക് അറിയുകയില്ല. അതേ ഹല്യലീഖീ, അടുത്ത വർഷം വരുമ്പോ, അടുത്ത വർഷം പരിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോ, ഈ മാസം നമ്മളോട് വിട പറയുകയാണല്ലോ. അതേ ലവിദാഉ ശഹരി, പരിശുദ്ധമായ റമളാൻ വിട പറയുകയാണ്. ലിവിദാഇ ശഹരി, അതേ പരിശുദ്ധമായ റമളാൻ വിട പറയാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വിട പറയുമ്പോൾ വിശുദ്ധമായ റമളാൻ, ഇനിയൊരു റമളാൻ കടന്നു വരുമ്പോ ആ റമളാനിനെ സ്വീകരിക്കാൻ ഞാൻ ഉണ്ടാകുമോ അംല, ഉണ്ടാകുമോ ഇല്ലയോ അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അല്ലാഹു തീരുമാനിച്ചാൽ നമ്മൾ ഉണ്ടാകും, അല്ലാഹു തീരുമാനിച്ചില്ലെങ്കിൽ നമ്മൾ ഉണ്ടാവൂല. അതുകൊണ്ട് റമളാനിന്റെ അവസാനങ്ങളിലാണ് വിട പറയാൻ വേണ്ടി പോവുകയാണ്, യാത്രയാക്കാൻ പോവുകയാണ്. റമളാൻ നമ്മളോട് വിട പറയുകയാണ്. ആ റമളാൻ വിട പറയുമ്പോ അല്ലാഹുവിന്റെ അടുക്കല് സാക്ഷി നിൽക്കുന്ന ഒരു റമളാനായിട്ടാണോ നമ്മുടെ റമളാൻ നമ്മിൽ നിന്ന് യാത്ര പോകുന്നത്? അത് ചിന്തിച്ചുകൊണ്ട് അവസാനത്തെ ദിനരാത്രങ്ങളിൽ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കണേ. ഇനിയൊരു റമളാൻ വരുമ്പോ നമ്മൾ ഉണ്ടാകുമോ എന്ന ചിന്ത
നമ്മുടെ ഖൽബിൽ ഉണ്ടാകണേ. മഹാനായ അല്ലാമ ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അതുകൊണ്ട് റമളാനിന്റെ അവസാന ദിനരാത്രങ്ങളെ പുണ്യമാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റമളാൻ സ്വീകരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ. ആ പരിശുദ്ധമായ റമളാനിലെ ലൈലത്തുൽ ഖദ്ർ വരുമ്പോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചെറിയ സമയം കൊണ്ട് പറയാനാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കുറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ കൂടുതൽ അമൽ ലഭിക്കുന്ന, കൂലി ലഭിക്കുന്ന, പ്രതിഫലം ലഭിക്കുന്ന അമലുകളുണ്ട്. ചെയ്യുന്നത് ചെറുതായിരിക്കും, പക്ഷേ അതിന്റെ കൂലി വണ്ണമായ കൂലിയായിരിക്കും. അങ്ങനെയുള്ള അമലുകളെ പവിത്രമായ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന റമളാനിന്റെ അവസാന ദിനരാത്രങ്ങളിൽ നമ്മൾ അധികരിപ്പിക്കും. ചെയ്യുന്നത് ചെറുതായിരിക്കും, പക്ഷേ അതിന്റെ പുണ്യം വല്ലാത്ത പുണ്യമുള്ള അമലുകളാണ്. ഞാനതിലേക്ക് വരികയാണ് ഇൻഷാ അല്ലാഹ്. അത് പറഞ്ഞു തന്നിട്ടേ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയുള്ളൂ. ചെറിയ അമലുകൾ ചെയ്യുമ്പോൾ വലിയ അമലുകളുടെ കൂലി ലഭിക്കുന്ന ധാരാളം അമലുകളുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, വിശുദ്ധമായ റമളാൻ വിട പറയാൻ വേണ്ടി നിൽക്കുമ്പോൾ, അവസാന 10-ലെത്തി നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മദീന പള്ളിയിലെ മിമ്പറിലേക്ക് കാലെടുത്ത് വെക്കുന്നു. റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മിമ്പറിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അള്ളാന്റെ റസൂല് പറയാണ് ആമീൻ. രണ്ടാമത്തെ മിമ്പറിന്റെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ അള്ളാന്റെ റസൂല് പറയുകയാണ് ആമീൻ. മൂന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ അള്ളാന്റെ റസൂല് പറയുകയാണ് ആമീൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അത്യപൂർവമായ, ഒരിക്കൽ പോലും പരിചയമില്ലാത്ത രൂപത്തിലുള്ള ഒരു ആമീൻ പറച്ചില് കേട്ടപ്പോ സ്വഹാബത്തിന് വലിയ ജിജ്ഞാസയായി, അറിയാനുള്ള ആഗ്രഹമായി ചോദിച്ചു, നബിയേ, ഇന്ന് മിമ്പറിൽ കയറുന്ന സമയത്ത് പതിവിന് വിപരീതമായി അല്ലാഹുവിന്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേ മിമ്പറിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ ആമീൻ 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 എന്ന് 3 പ്രാവശ്യം പറയുന്നത് ഞങ്ങൾ കേട്ടല്ലോ നബിയേ. അതെന്തിനാണ് യാ റസൂലല്ലാഹ് അങ്ങനെ പറഞ്ഞത്? സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടിയാണ്, സ്വഹാബാ,
സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്റെ സമീപത്ത് വന്നിട്ട് 3 ദുആ നടത്തി. ആ 3 ദുആയിനും ഞാൻ ആമീൻ പറഞ്ഞതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ 3 ദുആ? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലയോ സ്വഹാബ, സ്വഹാബത്തിന് വലിയ ആഗ്രഹമായി നബിയെ ആ 3 ദുആ ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ എന്തിനാണ് ആമീൻ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, മാതാപിതാക്കളുടെ ശാപമേറ്റുവാങ്ങുന്നവര്, അതേ മാതാപിതാക്കളുടെ മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവര്, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നവര്, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശാലമായ ഒരു വിഷയമായതുകൊണ്ട്, നമ്മുടെ വിഷയവും അതല്ലാത്തത് കൊണ്ടും ഞാൻ ഇപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല. അല്ലാഹുവേ, മരണം വരെ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങി അവരുടെ പൊരുത്തത്തിലായി ജീവിച്ച് റബ്ബിന്റെ ശാപമേറ്റ് വാങ്ങാത്ത നല്ലവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. മുത്തുനബിയുടെ ദുആയിൽ ഞങ്ങളെ മെമ്പറാക്കല്ലേ റബ്ബേ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആയിൽ മുത്തുനബിയുടെ ആമീനിൽ ഞങ്ങളെ മെമ്പറാക്കല്ലേ അല്ലാഹ്. രണ്ടാമത്തെ ഒരു വിഭാഗന്മാരാണ് എന്റെ പേരിൽ സ്വലാമിന്റെ പേര് പറയുന്നത് കേട്ടിട്ട്, എന്റെ പേര് പറയുന്നത് കേട്ടിട്ട്, അഥവാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുന്നത് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്ത ആളുകളുടെ മേലിൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. വലിയ ഗൗരവമുള്ള വിഷയമാണ്. അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലിക്കോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ തങ്ങൾ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ അവിടുത്തെ പേര് കേട്ടിട്ട് അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത ആളുകൾ ആ ഒരു വിഭാഗത്തിലും ഞങ്ങളെ മെമ്പറാക്കല്ലേ അല്ലാഹ്. മൂന്നാമത്തെ ഒരു വിഭാഗമാണ് നമ്മുടെ വിഷയം. രണ്ടും നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മൂന്നാമത്തതാണ് നമ്മുടെ വിഷയം, പരിശുദ്ധമായ റമളാൻ. ആ റമളാൻ ഒരാൾക്ക് വന്നിട്ട് റമളാനിനെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കാതെ, റമളാനിനെ ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിക്കാതെ, റമളാനിനെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കാതെ, ആ റമളാനിന് കൊടുക്കേണ്ട പരിഗണനകളൊന്നും കൊടുക്കാതെ റമളാൻ യാത്ര പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ വിഷയമാണോ? വലിയ ഗൗരവമുള്ള വിഷയമല്ലേ? റമളാനിനോട്, റമളാനിനെ സാക്ഷിയാക്കി അവസാനത്തെ റബ്ബിന്റെ അവസാനത്തെ റമളാനിന്റെ 10കളിൽ നാഥനായ റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരയണം. കണ്ണിലൂടെ കണ്ണുനീർ ചാലിട്ട് ഒഴുകണം. അല്ലാഹുവിനോട് ഖേദത്തോടെ പറയണം. റമളാൻ സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. അല്ലാഹ് ആഖിറത്തിൽ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമളാനായി ഞങ്ങളെ റമളാനിനെ നീ സ്വീകരിക്കണേ അല്ലാഹു നമ്മുടെ റമളാനെ ഖബൂലാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ റമളാനെ സ്വീകരിച്ചു തരട്ടെ.
അതിന് റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരയണം. കണ്ണുനീരിച്ചാലിട്ട് ഒഴുകണം മുഅ്മിനീങ്ങളെ. ഇനിയുള്ള ദിനരാത്രങ്ങൾ അതിനു വേണ്ടിയുള്ളതാണ്. അല്ലാഹനെ ഓർത്തിട്ട് കരയുന്ന കണ്ണുകൾ എത്ര നല്ല കണ്ണുകളാണ്. കണ്ണുകൊണ്ട് ചെയ്തു പോയ സർവ പാപങ്ങളും ആ കണ്ണിലൂടെ ഒഴുകി വരുന്ന ആ കണ്ണുനീരുകൊണ്ട് കഴുകിക്കളയണം. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് മുസ്ലിമീങ്ങൾക്ക് നേരെ യുദ്ധം ചെയ്ത് വാളുകൊണ്ട് യുദ്ധം ചെയ്തതിന്റെ ആ പാപക്കറ മഹാനവറുകൾ കഴുകിക്കളഞ്ഞു. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്തുകൊണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ പല അവയവങ്ങളെ കൊണ്ടും ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയവരാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അങ്ങേ അടിത്തട്ടിലുള്ള ഖേദം വന്ന് ആ ഖേദം വല്ലാതെ അങ്ങ് വർദ്ധിച്ച് അത് മനസ്സിലൂടെ അങ്ങ് അതാ കണ്ണിലേക്ക് എത്തി. ആ കണ്ണിലൂടെ ആ ഖേദത്തിന്റെ ഭാഗമായി കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകണം. അങ്ങനെയുള്ള രാവുകളായി നമ്മുടെ രാവുകൾ മാറിയാൽ അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ, ആ കണ്ണുകൾ അങ്ങനെയുള്ളവർ അർശിന്റെ തണലിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നിന്നെ ഓർത്ത് കരയുന്ന കണ്ണുകളായി ഞങ്ങളെ കണ്ണുകളെ നീ മാറ്റണേ റഹ്മാനേ. ഉപ്പ മരണപ്പെട്ടപ്പോ കരഞ്ഞിട്ടില്ലേ? ഉമ്മ മരണപ്പെട്ടപ്പോ കരഞ്ഞിട്ടില്ലേ? ഉമ്മ മരണപ്പെട്ടാൽ കരയൂലേ? അതെ, ഭർത്താവ് മരണപ്പെട്ടപ്പോൾ കരഞ്ഞവരില്ലേ? മക്കള് മരണപ്പെട്ടപ്പോ കരഞ്ഞ് കണ്ണുനീറുകൾ ചാലിട്ട് ഒഴുകിയവരില്ലേ? കരയാൻ വിചാരിച്ചാൽ കരയാൻ കഴിയും. കണ്ണിലൂടെ കണ്ണുനീര് വരും. എത്ര വലിയവരും ചെറിയവരുടെയും കണ്ണിലൂടെ കണ്ണുനീര് വരും. അത് അങ്ങേയറ്റം മനസ്സിന്റെ ഉള്ളില് ഖേദമുണ്ടാകുമ്പോഴാണ്, ദുഃഖമുണ്ടാകുമ്പോഴാണ് റമളാനിന്റെ അവസാന രാത്രികൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവരായി നമ്മൾ മാറിയാൽ നമ്മൾ രക്ഷപ്പെട്ടു പോയി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കരയണം. കരയാൻ കഴിയുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയണം. ഫഇല്ലം തബാഖു, കരച്ചില് വരുന്നില്ലെങ്കിൽ ഉണ്ടാക്കി കരയണം. അങ്ങനെയുണ്ട്. ഉണ്ടാക്കി കരയുമ്പോ സ്വാഭാവികമായും അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരും. ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, അള്ളാന്റെ മുന്നിൽ ഒറ്റക്ക് ഒരു റൂമിലിരുന്നിട്ട് ഒന്ന് അള്ളാഹുവിന് വേണ്ടി കണ്ണുനീരൊന്ന് ഒഴിപ്പിച്ചു നോക്ക്. അല്ലാ, അത് വല്ലാത്തൊരു കരച്ചിലായിരിക്കും. അല്ലാഹു ഇഷ്ടപ്പെടുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. എന്തൊക്കെയാണ് റമളാനിന്റെ അവസാന ദിനരാത്രങ്ങൾ വരുമ്പോ നമ്മളിങ്ങനെ ചിന്തിക്കണം, അല്ലാ, ഞാനിപ്പോൾ ഇവിടെ എവിടെയാണുള്ളത്, എങ്ങനെയാണുള്ളത്? ഞാനിങ്ങനെ ചിന്തിക്കണം. ഓരോരുത്തരും കണ്ണിലൂടെ കണ്ണുനീര് വരാനുള്ള വഴികളാണ്. ചിന്തിക്കണം, ഞാനിപ്പോൾ ഉള്ളത് ദുനിയാവിലാണ്, റമദാൻ മാസത്തിലാണ്, അതിന്റെ ഒറ്റയിട്ട രാവുകളിലാണ്, അല്ലെങ്കിൽ റമദാനിന്റെ രാവിലാണ്. ഞാനിപ്പോൾ നിന്റെ ഭൗതികമായ ലോകത്തിങ്ങനെ ജീവിക്കുകയാണ്. ഇനിയൊരു വർഷം അതേ റമദാൻ വരും, ഞാൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ ഇല്ലെങ്കിലും റമദാൻ വരും. റമദാൻ വരുമ്പോ ഞാൻ ആ റമദാനിൽ ഉണ്ടാകുമോ
എന്ന് ഒറ്റക്കിരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കണം. റൂമിന്റെ അകത്തളങ്ങളിൽ ഇരുന്നിട്ട് അതിങ്ങനെ ചിന്തിക്കുമ്പോൾ അറിയാതെ ഇങ്ങനെ കൽബിങ്ങനെ പൊട്ടാൻ തുടങ്ങും. റബ്ബേ, ഇനി അടുത്ത വർഷം ഞാനുണ്ടാവുക ആരുമാരുമില്ലാത്ത ഖബറിൽ ഒറ്റക്കാണോ? ഇപ്പോൾ ഞാൻ റൂമിന്റെ ഉള്ളിൽ ഒറ്റക്കാണ്, എന്റെ മുന്നിൽ നീയല്ലാതെ വേറൊരാളുമില്ല. ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കുന്ന ഒരു വർഷമായിരിക്കുമോ അടുത്ത റമളാൻ എന്ന് മനസ്സുകൊണ്ടിങ്ങനെ ചിന്തിക്കുമ്പോ അറിയാതെ ഖേദമിങ്ങനെ വരാൻ തുടങ്ങും. ആ ഖേദമിങ്ങനെ വന്നിട്ട് അങ്ങനെ ഞാൻ ആ ഖബറിലെ ആ ജീവിതത്തിൽ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങള് അതിനെനിക്ക് ഉത്തരം പറയാൻ കഴിയുമോ? അങ്ങനെ ആ ഖബറിൽ നിന്ന് എന്നെ പുനർജീവിപ്പിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. ഞാൻ എവിടെയാണ്? എന്റെ ജീവിതം എന്താണ്? ഞാൻ ആഖിറത്തിലെത്തുമ്പോ എന്റെ സ്ഥാനം എവിടെയാണ്? എനിക്ക് അർശിന്റെ തണല് കിട്ടുമോ? അതല്ല, ഞാൻ സ്വർഗാവകാശികളുടെ ലിസ്റ്റിലാണോ നരകാവകാശികളുടെ ലിസ്റ്റിലാണോ എന്ന് ഒറ്റക്കിരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോ കരയാത്ത മനസ്സുകൾ ഉണ്ടാവൂല, വേദനിക്കാത്ത കൽബുകൾ ഉണ്ടാവൂല. ആ വേദനയിൽ റബ്ബിനോടൊന്ന് ദുആ ചെയ്താൽ ആ ദുആ മുസ്തജാബായ ദുആയാണ്, ഇജാബത്തുള്ള ദുആയാണ്. ഒരു അടിമ യജമാനനായ റബ്ബിന്റെ മുന്നില്, അടിമ യജമാനന്റെ മുന്നില് അങ്ങേ താഴ്മയോടെ, അങ്ങേയറ്റത്തെ വിനയത്തോടെ, അങ്ങേയറ്റത്തെ കരച്ചിലോടെ റബ്ബിന്റെ മുന്നിൽ ചോദിക്കുന്ന ചോദ്യം അത് തട്ടപ്പെടാത്ത ദുആയാണ്, അത് സ്വീകരിക്കപ്പെടുന്ന ദുആയാണ്. സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചാൽ പോരാ. എന്റെ മക്കളുടെ അവസ്ഥ എന്താണ്? എന്റെ ഭർത്താവിന്റെ അവസ്ഥ എന്താണ്? എന്റെ ഭാര്യയുടെ അവസ്ഥ എന്താണ്? അതെ, എനിക്ക് ഭക്ഷണം തന്ന, എനിക്ക് വെള്ളം തന്ന, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന യജമാനനായ റബ്ബിനോട് ചോദിക്കുകയാണ്. റബ്ബേ എന്ന് പറഞ്ഞ് കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീര് വരും. അതേ, സ്വന്തം ഉപ്പയെ കുറിച്ച് ആലോചിക്കണം, സ്വന്തം ഉമ്മയെ കുറിച്ച് ആലോചിക്കണം. അവര് ജീവിച്ചിരിപ്പുള്ളവരാണെങ്കിലും അവര് മരണപ്പെട്ടവരാണെങ്കിലും അവരുടെ ഖബർ ജീവിതം എന്താണ്, അവരുടെ ആഖിറ ജീവിതം എന്താണ് എന്നിങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ കണ്ണിലൂടെ കണ്ണുനീര് വരാത്ത ഒരാളും ഉണ്ടാവുകയില്ല. അല്ലേ? കണ്ണുനീര് വരാനുള്ള നല്ലൊരു വഴിയാണ് പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മയെ ആലോചിക്കുമ്പോ കണ്ണുനീര് വരാത്ത മക്കളുണ്ടാകുമോ? അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരുമായ ഞങ്ങളുടെ സർവ്വ മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹു. അവരുടെ ഖബർ അല്ലാഹു സ്വർഗത്തിന്റെ വീടാക്കി കൊടുക്കട്ടെ. നരകമോചനത്തിന്റെ 10 വരുന്നത്. നരകം മോചിപ്പിക്കാനുള്ള 10. ആ പരിശുദ്ധമായ റമദാനിലെ അവസാനത്തെ 10 നരകത്തിൽ നിന്നുള്ള മോചനത്തിന്റെ 10. റബ്ബിനോട് നന്നായി ദുആ ചെയ്യുന്നവർക്ക് നരകമോചനമുണ്ട്. നരകമോചനത്തിന്റെ 10 എന്ന് പറയുമ്പോ വെറുതെ ഒരു 10 അള്ളാഹു നിശ്ചയിച്ചതല്ല. അള്ളാന്റെ റസൂൽ അങ്ങനെ വെറുതെ ഒരു വാക്ക് പറഞ്ഞതുമല്ല. നരകമോചനത്തിന്റെ 10 എന്ന് പറഞ്ഞാൽ നരകമോചനത്തിന്റെ 10 തന്നെ. അപ്പൊ ആ കത്തിക്കാളുന്ന നരകത്തിലെ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു തന്ന ഒരു അവസരം.
അത് ഉപയോഗപ്പെടുത്താത്തവൻ എത്ര വലിയ നിർഭാഗ്യവാനാണ്, ഹതഭാഗ്യനാണ്. അവൻ എത്ര വലിയ ഭാഗ്യം കെട്ടവനാണ്. അള്ളാഹു വെറുതെ നിശ്ചയിച്ചതല്ലോ. വെറുതെ അള്ളാഹ് ഇങ്ങനെ ഒരു നരകമോചനം വെറുതെ ഒരു ദിവസം നിശ്ചയിച്ചതാണോ? ഏതെങ്കിലും കമ്പനികൾ എന്തെങ്കിലും ഓഫർ പ്രഖ്യാപിക്കും പോലെയുള്ള ഓഫറാണോ? അല്ല. വളരെ കാര്യഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു പാഴ് വാക്ക് പോലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല, പറയൂല. പറഞ്ഞത് മുഴുവനും 100% സത്യമാണ്. അങ്ങനെ വിശ്വസിക്കുമ്പോഴേ ഒരു മുഅ്മിൻ ശരിയായ വിശ്വാസിയാവുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ വെറുതെ പറഞ്ഞതല്ല, അത്ഖും മിനന്നാർ, അത്ഖും മിനന്നാർ. നരകമോചനമുള്ള പത്താണ്. ആ നരകമോചനത്തിന്റെ പത്തില് അല്ലാഹുവിനോട് കരഞ്ഞ് അപേക്ഷിക്കണം. അല്ലാഹുവേ, എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. അതാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരും അല്ലാഹുമ്മ അഅ്തിഖ്നി, അല്ലാഹുമ്മ അഅ്തിഖ്നി, അല്ലാഹുമ്മ അഅ്തിഖ്നി എന്ന് ദുആ ചെയ്യാറുണ്ട്. തെറ്റാണത്. അല്ലാഹുമ്മ അഅ്തിഖ്നി എന്നല്ല, അവിടെ അല്ലാഹുമ്മ അഅ്തിഖ്നി, അഅ്തിഖ്നി അവിടെ ഒരു ഹംസയുണ്ട്. ആ ഹംസ ഉപയോഗപ്പെടുത്തണം. അല്ലാതെ അല്ലാഹുമ്മ അഅ്തിഖ്നി മീം കഴിഞ്ഞ ഉടനെ ഐനിലേക്ക് പോകാൻ പാടില്ല. മീം കഴിഞ്ഞ അവിടെ ഒരു ഹംസയുണ്ട്. ആ ഹംസ പറയാനുള്ള ഹംസയാണ്. അതേ സമയത്ത് ആ ഹംസ കളഞ്ഞിട്ട് അല്ലാഹുമ്മ അഅ്തിഖ്നി, അല്ലാഹുമ്മ അഅ്തിഖ്നി എന്ന് പറഞ്ഞാൽ അത് ശരിയാവൂല. അല്ലാഹുമ്മ അഅ്തിഖ്നി, അഅ്തിഖ്നി, അഅ്തിഖ്നി എന്ന് തന്നെ പറയണം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അവിടെ അദ്ഖിൽനിൽ ജന്നത എന്ന് പറയാം. നൂന് കസ്ർ കൊടുത്തിട്ട് വേണമെങ്കിൽ അല്ലാഹുമ്മ അദ്ഖിൽനി അൽ ജന്നത എന്ന് പറയാം. അതേ സമയത്ത് അല്ലാഹുമ്മ അഅ്തിഖ്നി എന്ന് ദുആ ചെയ്താൽ ആ ദുആ തെറ്റാണ്. അല്ലാഹുമ്മ അഅ്തിഖ്നി മീം കഴിഞ്ഞിട്ട് ഒരു ഹംസയുണ്ട്. അത് നന്നായി പറയണേ. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്നത് അവസാനത്തെ 10 നരകമോചനത്തിന്റെ 10ആണ്. കാരുണ്യത്തിന്റെ 10 അല്ലാഹു നമുക്ക് ധാരാളം കരുണ ചൊരിഞ്ഞു. ആ കരുണയോടെ മഗ്ഫിറത്തിന്റെ 10 അല്ലാഹുവിനോട് നമ്മൾ ധാരാളം മഗ്ഫിറത്തിനെ ചോദിച്ചു. ഇനി അടുത്തതായി നമുക്ക് ലഭിക്കേണ്ടത് സ്വർഗമാണ്, നരകമോചനമാണ് നമുക്ക് ലഭിക്കേണ്ടത്. സ്വർഗമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതിനു വേണ്ടിയുള്ള ദിനങ്ങളാ, സമയങ്ങളാണ്. സ്വർഗത്തിന് റയ്യാൻ എന്ന് പറയുന്ന ഒരു വാതിലുണ്ടല്ലോ. ആ വാതില് തുറന്നു വെച്ചത് ആർക്ക് വേണ്ടിയാണ്? നോമ്പുകാർക്കാണ്. അയ്ന സ്വായിമൂൻ, അയ്ന സ്വായിമൂൻ, അയ്ന സ്വായിമൂൻ. നോമ്പുകാരെവിടെ? നോമ്പുകാരെവിടെ? നോമ്പുകാരെവിടെ എന്ന്
എന്ന് പറഞ്ഞ ബാബുർ റയ്യാൻ ഇങ്ങനെ മാടി മാടി വിളിക്കുമ്പോ ആ ബാബുർ റയ്യാനിലൂടെ സ്വർഗത്തിലേക്ക് കടക്കുന്ന സ്വർഗീയ ആളുകളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. സ്വർഗത്തിലെ ഏറ്റവും മഹത്വമുള്ള വാതില് ബാബുർ റയ്യാനാണ്. ഓരോ ബാബുകൾ ഉണ്ടാകും. അതെ, ആ ബാബുകളിൽ എവിടെ നിസ്കരിച്ചവരെവിടെ, അങ്ങനെ ഓരോരുത്തരും ആ ബാബ് വ്യത്യസ്തങ്ങളായ ബാബിന്റെ അടുത്തുനിന്ന് വിളിക്കുമ്പോ ഏറ്റവും മനോഹരമായൊരു വിളി, ഏറ്റവും ഇജാബത്തുള്ള ഒരു വിളി, ഏറ്റവും വലിയ മഹത്വമേറിയ ഒരു വിളി, ഐന സ്വാഇമൂൻ ഐന സ്വാഇമൂൻ. അല്ലാഹുവേ, ആ നോമ്പായി ഞങ്ങളെ നോമ്പിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതെന്താ നേരെ ഓപ്പോസിറ്റ് ആണ് പലരും ഉണ്ടാവുക. ആദ്യത്തെ 10 നല്ല ഊർജം, രണ്ടാമത്തെ 10 അതിങ്ങനെ കുറഞ്ഞു വന്നു, മൂന്നാമത്തെ 10 ഏകദേശ ഫീസും പോയി, പിന്നെ ഒന്നിനും കഴിയാത്തൊരവസ്ഥ. അങ്ങനെയല്ലല്ലോ വേണ്ടത്. റമദാൻ ആദ്യത്തെ 10 ആവേശത്തെക്കാളും രണ്ടാമത്തെ 10 വേണം. ഒന്നാമത്തെ 10 രണ്ടാമത്തെ 10 ആവേശത്തെക്കാളും വലിയ ആവേശം ഉണ്ടാവേണ്ടത് മൂന്നാമത്തെ 10 അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂല് യജ്തഹിദു ഫിൽ അശ്റിൽ നവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. അവസാനത്തെ 10 അല്ലാഹുവിന്റെ റസൂല് മറ്റു 10കളെക്കാളും കൂടുതൽ പരിശ്രമിക്കുകയാണ്, കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുകയാണ്. നമ്മള് പള്ളികൾ കണ്ടില്ലേ? ഒന്നാമത്തെ 10 സുബ്ഹാനല്ലാഹ് 10 സഫ്, അങ്ങനെ നല്ല ആവേശത്തില് പള്ളിയിലുള്ള ഉസ്താദ് വിചാരിച്ചെന്ന ഈ റമദാൻ ഉഷാറാവും. അങ്ങനെ രണ്ടാമത്തെ 10 എത്തിയപ്പോഴേക്ക് അത് 5 സഫായി. 5 സഫ് പോയി, 5 സഫ് പിന്നെ കാണാനില്ല. നമ്മൾ വിചാരിച്ച് വേറെ ഏതെങ്കിലും പള്ളിയിൽ പോയിട്ടുണ്ടാവും. ഇല്ല, അതുമില്ല. എവിടെ പോയി ജനങ്ങള്? ഒന്നാമത്തെ സഫിലുണ്ടായ 10, ഒന്നാമത്തെ 10 10 സഫ് ആളുകൾ രണ്ടാമത്തെ 10 കാണാനില്ല. 5 സഫായി ചുരുങ്ങി. കാന്തപുരത്ത് ഒരുത്തനുണ്ടായിരുന്നു, ഇപ്പൊ ഗൾഫിലാണ്. നമ്മളിങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഓനെ ചിലപ്പോ പള്ളിയിൽ കാണും. ചുറ്റുഭാഗത്തിന് പള്ളിയുള്ളത് കൊണ്ട് രക്ഷപ്പെടാൻ നീ നിസ്കരിച്ചോടാ. നിസ്കരിച്ചു. ഏത് പള്ളിയിലുണ്ടായിരുന്നു? അപ്പൊ ഞാൻ അപ്പുറത്തെ പള്ളിയിൽ, പിറ്റേ ദിവസം ഇപ്പുറത്തെ പള്ളിയിൽ, അങ്ങനെ ഓരോ പള്ളി ഇങ്ങനെ മാറ്റി മാറ്റി പറയാം. ഒരു ദിവസം ഞാന് ഈ 3 പള്ളിയിലെ ആൾക്കാരെ വിളിച്ചു ചോദിച്ചു, ഇവൻ അവിടെ ഉണ്ടായിരുന്നില്ല, അവിടെ ഇല്ല. ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഇല്ല. അപ്പല്ല, അതുമില്ല. 3 പള്ളിയിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഓരോരുത്തർ രക്ഷപ്പെടാൻ വേണ്ടി വലിയ അടവുകളാണ് എടുക്കുക. അപ്പുറത്തെ പള്ളി ഇപ്പുറത്തെ പള്ളി, ചുറ്റുഭാഗത്ത് പള്ളി ആയതുകൊണ്ട് പറയാൻ നല്ല സുഖാണല്ലോ. ഏതായിരുന്നാലും പറയട്ടെ, റമദാനിന്റെ ഒന്നാമത്തെ 10 ആവേശം രണ്ടാമത്തെ 10 രണ്ടാമത്തെ 10 5 സഫാണെങ്കിൽ മൂന്നാമത്തെ 10 അത് പിന്നെയും ചുരുങ്ങി 2 സഫായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയാണോ ആവേണ്ടത്?
ഒരിക്കലും അല്ലല്ലോ, നേരെ തിരിച്ചാണ് ആവേണ്ടിയിരുന്നത്. ഒന്നാമത്തെ 10 ഒരു 5 സഫ്, രണ്ടാമത്തെ 10 ഒരു 10 സഫ്, മൂന്നാമത്തെ 10 ഒരു 15 സഫെങ്കിലും അങ്ങനെയല്ലേ ആളുകൾ കൂടേണ്ടിയിരുന്നത്. പക്ഷേ നേരെ തിരിച്ചാണ് പലപ്പോഴും നടക്കുന്നത്. അവസാനം 27-ന്റെ അന്ന് ആ ഒറ്റ രാവിൽ മാത്രം എല്ലാം പാടെ കൂട്ടിയടിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ വരും എന്നതല്ലാതെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. അവസാനത്തെ 10 അല്ലാഹുവിന്റെ റസൂൽ കൂടുതൽ പരിശ്രമിക്കുമായിരുന്നു. യജ്തഹിദു, അല്ലാഹുവിന്റെ റസൂൽ കൂടുതൽ പരിശ്രമിക്കും, കൂടുതൽ അധ്വാനിക്കും, കൂടുതൽ ഇബാദത്തുകൾ ചെയ്യും, കൂടുതൽ നിസ്കരിക്കും, അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കും, ഇബാദത്തുകളിലായി കഴിയും. മാത്രവുമല്ല ഇദാ ദഖലൽ അശ്റു, അവസാനത്തെ 10 എത്തിയാൽ ശദ്ദ മീസറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു. ബിബായ തങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണ്? തന്റെ അരയുടുപ്പൊന്ന് നന്നായി ഉടുക്കുകയാണ് എന്ന് പറഞ്ഞാല്, ഈ അരയുടുപ്പ് നന്നായി ഉടുക്കുന്നത് എന്തിനാ? കൂടുതൽ ഇബാദത്ത് ചെയ്യാനാ, നന്നായി നിസ്കരിക്കാനാണ്, നന്നായി ഇബാദത്തുകൾ ചെയ്യാനാണ്. വഅഹ്യാ ലൈലഹു, അല്ലാഹുവിന്റെ റസൂല് രാത്രിയെ ജീവിപ്പിക്കുകയാണ്. കുറെ ആളിപ്പോൾ രാത്രിയെ ജീവിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? രാത്രി അയാത്താക്കാണ്. സുബൈ വരെ സ്വറ പറഞ്ഞിട്ട്, ഫുളൂലാത്തുകൾ പറഞ്ഞിട്ട്, ബഡായി വിട്ടിട്ട് രാത്രി ഹയാത്താക്കുന്നവരുണ്ട്. അത് ഹയാത്തല്ല, അത് അവന്റെ ഏറ്റവും വലിയ ശാപമാണ് കേട്ടോ. അവന്റെ ജീവിതത്തിന്റെ നാശമാണത്. റമളാനിന്റെ രാത്രികാലങ്ങളിൽ ഹയാത്താക്കുന്നു എന്ന് പേര്. എന്നിട്ടെന്താ പരിപാടി? ബഡായി വിടലാണ്, ഫുളൂലാത്തുകൾ പറയലാണ്, അതെ, വെറുതെ സംസാരിച്ചിരിക്കലാണ്. ഒരു പണിയില്ല. ഒരു കാർ എടുത്തിട്ട് ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോവും, എന്നിട്ട് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് വരും. റമളാനിന്റെ രാത്രികളിൽ വെറുതെ റോന്ത് ചുറ്റുകയാണ്, യാത്ര ചെയ്യുകയാണ്. എന്നിട്ട് പറയാണ്, ഇത് ഞാൻ രാത്രി ഹയാത്താക്കിയതാണ്. മഹാന്മാരുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യണം. ഒരുപക്ഷെ റമളാനിന്റെ രാത്രികളിൽ അങ്ങനെ മഹാന്മാരെ മക്ബറകൾ സിയാറത്ത് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഈ പേരും പറഞ്ഞിട്ട് വെറുതെ സമയം കളയാം. ഇനി ഞാന് കോഴിക്കോട് നിങ്ങോട്ട് 17-ന്റെ രാവിന്റെ അന്ന് വരുമ്പോ മഹാരഥന്മാരായ പാറപ്പള്ളി മഖാമിൽ അഥവാ സ്വഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് പറയുന്ന തമീമുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ട് എന്ന് പറയപ്പെടുന്ന ആ പരിശുദ്ധമായ കൊയിലാണ്ടി പാറപ്പള്ളി മഖാം സിയാറത്തിന് വേണ്ടി പോയി. പാതിരാത്രി സമയം. യാത്രക്കിടയിൽ ഏതായിരുന്നാലും ബദരീങ്ങളെ രാവുകയാണ്. ബദരീങ്ങളിൽപ്പെട്ട മഹാന്മാരാണ് എന്ന് പറയുമ്പോ അവരൊന്ന് സിയാറത്ത് ചെയ്ത് പോകുന്ന പോക്കില് ഏതായാലും സിയാറത്ത് ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് അവിടെ ചെന്ന് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, നല്ല കടപ്പുറാണ്, നല്ല പാറന്റെ മുകളില് എത്രയോ ആളുകള് വെറുതെ ഇരുന്നിങ്ങനെ ബഡായി വിടുക. സിയാറത്തിന് എന്ന് പേര് പറഞ്ഞു വന്നതാണ് അവര്. സിയാറത്തിനാണെന്ന് പേരും പറഞ്ഞു വന്നിട്ട് പാറന്റെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ ബഡായി വിടുന്ന ആളുകള്, അത് സിയാറത്തിന് വന്നതല്ല. അങ്ങനെയാണ് സിയാറത്തിന് പോകുന്നതെങ്കിൽ നിങ്ങളെ യാത്ര വെറുതെയാണ് കേട്ടോ.
കൂട്ടത്തിലെ ചില സ്ത്രീകളെയും സിയാറത്തിന് കണ്ടു. എന്തിനാണ് രാത്രികാലങ്ങളില് സ്ത്രീകൾ സിയാറത്തിന് വേണ്ടി ഇറങ്ങുന്നത്? അത് നല്ല ഒരു ഏർപ്പാട് അല്ല. സിയാറത്ത് വേണം, മഹാന്മാരെ സിയാറത്ത് ചെയ്യണം. ഇത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അവരുടെ പൊരുത്തം കിട്ടാനും അവരുടെ മദദ് ലഭിക്കാനും സഹായം ലഭിക്കാനൊക്കെ സിയാറത്ത് കാരണമാകും. പക്ഷേ അതിനൊരു സമയമുണ്ട്. ഈ റമളാനിന്റെ രാത്രികളിൽ എന്തിനാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ സിയാറത്തിന് വേണ്ടി ഇറങ്ങേണ്ട ആവശ്യം എന്താ? അതിന്റെ ആവശ്യമൊന്നുമില്ല. സിയാറത്തിന് സ്ത്രീകൾ രാത്രിയിൽ പോകേണ്ട ഒരു ആവശ്യമില്ല. അവരവരുടെ വീടുകളിൽ ഇരുന്ന് സിയാറത്ത് ചെയ്താൽ മതി. നന്നായി അവരുടെ പേരിൽ ഫാത്തിഹയും യാസീനും ഖുർആനും ഒക്കെ ഓതി ഹദിയ ചെയ്ത് ദുആ ചെയ്താൽ മതി. സ്ത്രീകൾ സിയാറത്തിന് വേണ്ടി രാത്രി പോകേണ്ട ഒരാവശ്യവുമില്ല. അത് പൊരുത്തല്ല കിട്ടുക, പൊരുത്തക്കേടാ സംഭവിക്കുക. രാത്രി ഇങ്ങനെ കുറെ സ്ത്രീകൾ ഇങ്ങനെ സിയാറത്തിന് വേണ്ടി പുറപ്പെടുക. എവിടുന്ന് കിട്ടിയ സിസ്റ്റമാണ് ഇതൊക്കെ? അല്ലാഹു നമ്മുടെ സമൂഹത്തെ നന്നാക്കി തരട്ടെ. നല്ല തറാവി നിസ്കരിച്ച് ഖുർആൻ ഓതി, ഏതെങ്കിലും മഹാന്മാരുടെ പേരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ യാസീനൊക്കെ ഓതി, അവരുടെ പേരിൽ ഖുർആനൊക്കെ ഓതി ഹദിയ ചെയ്ത് വീട്ടിൽ നിന്ന് ദുആ മതി. സ്ത്രീകൾ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ സിയാറത്തിന് വേണ്ടി യാത്ര ചുറ്റേണ്ട ഒരു ആവശ്യവും ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കാനും നല്ലത് ജീവിതത്തിൽ പകർത്താനും അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹുവിന്റെ റസൂൽ രാത്രിയെ ഹയാത്താക്കുകയാണ്. വഅഹ്യാ ലൈലഹു, രാത്രിയെ ജീവിപ്പിക്കുന്നു, ഉറങ്ങുന്നില്ല. സുബഹി വരെ ഇബാദത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത്, ഇന്നത്തെ രാത്രി പകലിലൊന്ന് കുറച്ച് കൂടുതൽ വിശ്രമിക്കണം. രാത്രി ഹയാത്താക്കാനുള്ള രാവാണ്. സുബഹി വരെ ഇബാദത്തിലായി കഴിയണം. ഇബാദത്തിലായി കഴിയണം. സ്വന്തം പോരാ. അല്ലാഹുവിന്റെ റസൂൽ സ്വന്തത്തെ മാത്രമല്ല ജീവിപ്പിച്ചത്, ഹയാത്താക്കിയത് തന്റെ കുടുംബത്തെയും റസൂലുള്ള പരിഗണിക്കുകയാണ്, വിളിച്ച് ഉണർത്തുകയാണ്. ഭർത്താവിനോട് ഭാര്യ പറയണം, ഭാര്യയോട് ഭർത്താവ് പറയണം. പരസ്പരം രണ്ടുപേരും സദുപദേശികളാകണം. എന്നിട്ട് രണ്ടുപേരും ഇരുന്ന് റബ്ബിന് വേണ്ടി സമയം ചെലവഴിക്കണം. ഖുർആനോദനം, ദിക്ർ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞു തരും. ഇൻഷാ അല്ലാഹ് അതൊന്ന് ചെയ്താൽ വലിയ ഗുണങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വന്തം സ്വർഗത്തിൽ കിടന്നാൽ പോരല്ലോ. നമ്മള് മാത്രം സ്വർഗത്തിൽ കിടന്നാൽ പോരെ, നമ്മള് കുടുംബവും സ്വർഗത്തിൽ കിടക്കണ്ടേ? വേണ്ടേ? വേണം. ഖൂ അൻഫുസകും വഅഹ്ലികും നാറാ. നിങ്ങളെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കണേ. ഇപ്പൊ നമ്മള് മാത്രം സ്വർഗത്ത് പോയാൽ പോരാ, നമ്മുടെ കൂടെ നമ്മളെ കുടുംബവും വേണം. അതുകൊണ്ട് അവരെയും അതിനു വേണ്ടി അവർക്ക് നല്ല സദുപദേശങ്ങൾ നൽകണം. അതൊരുത്തരുടെ ഹിക്മത്ത് പോലെ ഇരിക്കും. മക്കൾക്കുമാകാം, മക്കളെയും വിളിച്ചുണർത്താം, ഒലുവെടുക്ക വരാൻ പറയാം, കൂടെ നിസ്കാരത്തിന് നിൽക്കാൻ പറയാം, ദിക്റുകൾ ചൊല്ലാൻ പറയാം. അങ്ങനെ അവർക്കും ചെയ്യാൻ കഴിയുന്ന ഡ്യൂട്ടി അവർക്കും കൊടുക്കാം. സ്വലാത്തുകൾ ചൊല്ലാം. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഏതായിരുന്നാലും പറയട്ടെ, എല്ലാ റമദാനിലും അവസാനത്തെ 10 അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇഅ്തികാഫ് ഇരിക്കൽ പതിവായിരുന്നു.
അങ്ങനെ റമളാനിന്റെ പുണ്യമേറിയ ദിവസങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുന്ന നല്ല നന്മയാർന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അത് നമുക്കും ഫോളോ ചെയ്യാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. റമളാനിന്റെ രാവിൽ ഒരു വരവുണ്ട് മുഅ്മിനീങ്ങളെ. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ഒരു വരവുണ്ട്. ആരുടെ വരവാണ്? സയ്യിദുനാ ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം വരും. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സുബ്ഹി വരെ ന്റെ സമയമാണ്. ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. മലക്കുകൾ മാത്രമല്ല, വർ-റൂഹു ഫീ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹി ബിഇദ്നി റബ്ബിഹിം. അവരുടെ റബ്ബിന്റെ സമ്മതത്തോടെ മലക്കുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരികയാണ്. ആ ഇറങ്ങി വരുമ്പോ മലക്കുകളുടെ കൂടെ അവരുടെ നേതാവായി വർ-റൂഹു ഫീ ബിഇദ്നി റബ്ബിഹിം. അവരുടെ കൂടെ വർ-റൂഹ് എന്ന് പറഞ്ഞ റൂഹ് ആരാണ്? അത് മഹാരഥന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു. അത് മഹാനായ മലക്കുകളുടെ നേതാവായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചെയ്യുന്ന പ്രവർത്തനം എന്താണെന്നറിയോ? അത് അറിഞ്ഞാൽ അന്നത്തെ രാത്രി ഒരാൾക്കും ഹയാത്താക്കാതിരിക്കാൻ കഴിയൂല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചെയ്യുന്നൊരു പ്രവർത്തനമുണ്ട് മുഅ്മിനീങ്ങളെ. അത് എന്താണെന്നറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ 3 കൊടികളുണ്ട്, 4 പതാകകളുണ്ട്. ഒന്നാമത്തെ പതാകയാണ് ലിവാഉൽ ഹംദ്. രണ്ടാമത്തെ പതാകയാണ് ലിവാഉൽ മഗ്ഫിറ. മൂന്നാമത്തെ പതാകയാണ് ലിവാഉർ റഹ്മ. നാലാമത്തെ പതാകയാണ് ലിവാഉൽ കിറാം. അങ്ങനെ ആകാശ ലോകത്ത് നിന്ന് വരുമ്പോ ആകാശലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോ ഏകദേശം ആകാശത്തിന്റെ മധ്യത്തിലെത്തുമ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന പതാക അവിടെ നാട്ടുകയാണ്. എന്നിട്ടോ രണ്ടാമത്തെ പതാകയുണ്ട് ലിവാഉൽ മഗ്ഫിറ. അതെവിടെയാണ് നാട്ടുന്നത്? പരിശുദ്ധമായ കഅബയുടെ മുകളിൽ ആ പതാക നാട്ടുകയാണ്. മൂന്നാമത്തെ ഒരു പതാകയുണ്ടല്ലോ ലിവാഉർ റഹ്മ. അത് പരിശുദ്ധമായ മദീന മുനവ്വറയിലെ പരിശുദ്ധമായ റൗള ശരീഫിന്റെ മുകളിൽ മുത്തു റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ശരീഫിന്റെ മുകളിൽ ആ പതാക നാട്ടുകയാണ്. നാലാമത്തൊരു പതാകയുണ്ട് ലിവാഉൽ കിറാം. അത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സക്ക് മുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാം നാട്ടുകയാണ്. ഇങ്ങനെ 4 പതാകകൾ 4 സ്ഥലങ്ങളിൽ നാട്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. വിശ്വാസികളുടെ സമീപത്തേക്ക് വരികയാണ്.
വിശ്വാസികളായ ആളുകൾ അല്ലാഹുവിനെ പേടിച്ചിട്ട് അല്ലാഹുവിനെ ഓർത്തിട്ട് ആ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ അല്ലാഹുവിന്റെ മുന്നിൽ ഇബാദത്തുകൾ ചെയ്ത് കണ്ണുനീരുകൾ ഒലിപ്പിച്ച് കരയുമ്പോ അവരുടെ കൈകളിലേക്ക് അതാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അവരെ ഹസ്തദാനം ചെയ്യുന്നു, അവരുടെ കൈപിടിക്കുന്നു. ഇത് ലൈലത്തുൽ ഖദ്ർ അല്ലാഹു നൽകുന്ന ഒരു വിശ്വാസിക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. നമ്മൾ അറിയുമെന്ന് ഒരുപക്ഷേ നമ്മൾ അറിയൂല. അറിഞ്ഞ മഹാന്മാരുണ്ട്, പക്ഷേ നമ്മൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം ഹസ്തദാനം ചെയ്യുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, പെടുത്തണേ അല്ലാഹ്. വിശ്വാസിയെ ജിബ്രീൽ അലൈഹിസ്സലാം കൈ പിടിച്ചു എന്നതിന്റെ അടയാളമായി മഹാന്മാര് പറയുന്നത് അയാളുടെ കണ്ണിലൂടെ കണ്ണുനീര് നിർഗളിക്കുമെന്നതാണ്. കണ്ണിലൂടെ കണ്ണുനീര് വല്ലാതെ വരുമെന്നതാണ്. കരഞ്ഞ് കരഞ്ഞ് അന്നത്തെ രാത്രിയെ അവര് ചെലവഴിക്കുമെന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം കൈപിടിക്കുന്ന നല്ല വിശ്വാസികളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. ആ രാത്രി ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ആകാശലോകത്ത് നിന്ന് വരുന്ന ആ ഒരു വരവ്, എത്രയാ മലക്കുകൾ വരിക, മലക്കുകൾ ഇറങ്ങുന്ന രാവാണ്. തനസ്സലുൽ മലായികത്ത്, മലക്കുകൾ വാനലോകത്ത് നിന്ന് വിശ്വാസികളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന രാവാണ്. ആ രാവിൽ നമ്മളിങ്ങനെ പതുപ്പും പതുച്ചിങ്ങനെ കിടന്നുറങ്ങിയാലോ, നമ്മളിങ്ങനെ കിടന്നുറങ്ങിയാലോ ഉറങ്ങേണ്ട രാവാണോ? അല്ല, അല്ല. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവ് ഉറങ്ങേണ്ട രാവല്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പൂർണ്ണമായി രാത്രിയെ ഹയാത്താക്കി. നമുക്ക് അങ്ങനെയൊന്നും സാധിക്കുകയില്ലെങ്കിൽ അല്പസമയമെങ്കിലും ഒന്ന് ഉപയോഗപ്പെടുത്തണേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞില്ലേ, ലൈലത്തുൽ ഖദ്റിന് വേണ്ടി വന്ന ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധമായ റമദാനിന്റെ പവിത്രമായ റമദാൻ കഴിഞ്ഞ് നിലാവ് കാണുമ്പോ ആകാശലോകത്തേക്ക് പോകുമ്പോ അതെ റമദാൻ ആകാശഭൂമികൾ ഇങ്ങനെ കരയുകയാണ്. അള്ളാന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയേ എന്തിനാണ് നബിയേ റമദാന് വിട പറയുമ്പോ ആകാശഭൂമികൾ കരയുന്നത് എന്തിനാണ്? എന്താണ് അള്ളാന്റെ റസൂലിന്റെ മറുപടി? ഓ സ്വഹാബാ, ആകാശഭൂമി കരയുന്നത് മുത്തുനബിയുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ അവർക്ക് ലഭിക്കുന്ന മുസീബത്തിനെ ഓർത്തിട്ടാണ്. റമദാൻ വിട പറയുക എന്നത് വലിയ വലിയ വിഷമമല്ലേ, വലിയ മുസീബത്തല്ലേ? ഇത്രയും വലിയ പുണ്യമേറിയ റമദാൻ നമ്മളോട് വിട പറയുകയാണ്. റമദാൻ വിട പറയുന്നത് എന്റെ ഉമ്മത്തിന്റെ നഷ്ടമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശഭൂമികൾ കരയുകയാണ്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ ഒരു മാസക്കാലം എന്തൊരു ആനന്ദമാണ്, എന്തൊരു സന്തോഷമാണ്, എന്തൊരു റാഹത്താണ്. സുബഹിക്ക് മുമ്പ് നേരത്തെ എഴുന്നേറ്റ് അത്താഴം കഴിച്ച് പിന്നെ ഭക്ഷണം കഴിക്കണമെന്ന ചിന്തയില്ല, പിന്നെ വെള്ളം കുടിക്കണമെന്ന ചിന്തയില്ല. അങ്ങനെ അങ്ങ് പോയി അത്താതെ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോ ലഭിക്കുന്ന സന്തോഷം എല്ലാം കഴിഞ്ഞ് തറാവീഹ് നിസ്കാരവും കഴിഞ്ഞ്
കഴിഞ്ഞ് ഹദ്ദാദ് റാത്തീബുമൊക്കെ ചൊല്ലിങ്ങനെ കിടന്നുറങ്ങുമ്പോ കിട്ടുന്ന ആനന്ദം അത് വല്ലാത്ത ഒരു ആനന്ദമല്ലേ? ആനന്ദം ഇനി നമുക്ക് ലഭിക്കുമോ? നമ്മൾ ഉണ്ടാകുമോ? റമദാൻ കഴിഞ്ഞിട്ട് മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോ നമ്മൾ അനുഭവിക്കുന്ന വേദനകളില്ലേ, പ്രയാസങ്ങളില്ലേ? അല്ലാഹു നമുക്ക് റമദാനിന്റെ ഇനിയുള്ള ദിവസങ്ങളെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഉപയോഗപ്പെടുത്തണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ പോവാ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് കുറെ പറയാനുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നതെന്നും 1000 മാസം അങ്ങനെ ഒരു ലൈലത്തുൽ ഖദറിന്റെ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം തന്നെ വിവരിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രാത്രി അള്ളാഹു നമുക്ക് ഇറക്കി തന്നത്? അള്ളാഹു അതുകൊണ്ട് നമുക്ക് നൽകുന്ന ആ വലിയൊരു സന്ദേശം എന്താണ്? ആ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ കാരണം എന്താണ്? മഹാനായ ഇബ്നു അബീ ഹാത്തിം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ മഹാരഥന്മാരായ ഔലിയാക്കളിൽപ്പെട്ട ഒരാള് ജീവിച്ച കഥ പറയുകയാണ്. എന്താണ്? മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടിയ, ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത ഇസ്രായേലിലുള്ള ഒരാളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ വിവരിച്ചു കൊടുത്തു. ഒരുപാട് സമുദായം ഇവിടെ കഴിഞ്ഞു പോയില്ലേ? അവരെത്ര കാലമാ ജീവിച്ചത്? ആദം നബി അലൈഹിസ്സലാമിന്റെ വയസ്സെത്രയാണ്? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ വയസ്സെത്രയാണ്? 950 വയസ്സ് വരെ നൂഹ് നബി അലൈഹിസ്സലാം ഇവിടെ ജീവിച്ചില്ലേ? അത് നൂഹ് നബി അലൈഹിസ്സലാമിന് മാത്രം പ്രത്യേകതയായുള്ളതല്ല. അങ്ങനെ ഒരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിരുന്നു. 1000 വർഷങ്ങളോളം അവർ ജീവിച്ചിരുന്നു. അല്ലെ? 1000 വർഷങ്ങളോളം അവർ ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തില് അവര് 1000ഓളം വർഷങ്ങളോളം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഈ ചരിത്രം ഇങ്ങനെ 1000 വർഷങ്ങളോളം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത ഇസ്രായേലിൽപ്പെട്ട ഒരാളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുകയാണ്. നബിയേ, നമ്മളും അങ്ങനെ ജീവിച്ചിരുന്നുവെങ്കിൽ നമ്മളും അങ്ങനെ യുദ്ധം ചെയ്യുമായിരുന്നുവല്ലോ. നമുക്കതിനെ സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത സൂറത്താണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. അതേ 1000 മാസങ്ങളെക്കാളും പുണ്യമുള്ള 80ലധികം വർഷങ്ങൾ ഇബാദത്ത് ചെയ്ത പുണ്യം ലഭിക്കുന്ന ഒരു രാവിനെ കുറിച്ച് അല്ലാഹ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആയിരക്കണക്കിന് ഇബാദത്ത്, അതേ യുദ്ധം ചെയ്തവരോട് സമാനമായ ആ നന്മ എന്റെ ഉമ്മത്തിനും ലഭിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ആഗ്രഹിച്ചു. അതിന്റെ സമ്മാനമാണ് ലൈലത്തുൽ ഖദ്ർ.
റമദാനിലെ ഏത് രാത്രിയിലും അതാവാം, ഏത് രാത്രിയിലാവാം. പക്ഷെ അവസാനത്തെ 10-ലെ 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, ഇതെല്ലാം സാധ്യതയുള്ളതാണ്. എല്ലാ കൊല്ലവും ഒരേ രാത്രിയാണോ ലൈലത്തുൽ ഖദ്ർ ഉണ്ടാവുക? അല്ല, കൊല്ലങ്ങൾക്കനുസരിച്ച് അങ്ങനെ മാറോ? അങ്ങനെയും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലര് പറയുന്നു എല്ലാ കൊല്ലവും ഒരേ രാത്രി തന്നെയാണ് ലൈലത്തുൽ ഖദ്ർ. എന്നാൽ ചിലര് പറയുന്നു അങ്ങനെയല്ല, കൊല്ലത്തിനനുസരിച്ച് മാറ്റുണ്ടാവും. ഒരു കൊല്ലം 21-ാം രാവിലാണെങ്കിൽ പിറ്റത്തെ കൊല്ലം 23-ാമത്തെ രാവിലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും റമദാനിലെ ഒരു രാത്രിയിലാവാം, അല്ലെങ്കിൽ 27-ാം രാവിലാവാം. പല അഭിപ്രായങ്ങളുണ്ട്. അത് വ്യക്തമാക്കി തരാത്തത് നമുക്ക് വേണ്ടിയാണ്. അന്ന് മാത്രം ഒരു ഇബാദത്തോ, അന്ന് മാത്രം ഒരു ആരാധനയായിട്ട് കൂടും, അല്ലെ? ഇപ്പൊ തന്നെ 27-ാം രാവാണ് എന്ന് ഉറപ്പിച്ചിട്ട് 27 അന്ന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകളില്ലേ? സുബ്ഹാനല്ലാഹ്. അതെങ്ങാനും വ്യക്തമാക്കിയിരുന്നെങ്കിലോ പിന്നെ വേറെ ഒരു രാത്രിയിൽ ആരും ഉണ്ടാവൂല. ആ ഒറ്റ രാത്രി മാത്രം ഇബാദത്ത് ചെയ്യാൻ ധാരാളം ആളുകൾ. അങ്ങനെയല്ലല്ലോ വേണ്ടേ? ശ്വാസി ആഗ്രഹത്തോടുകൂടെ ചെയ്യണം. ഇന്ന് രാത്രിയാണെങ്കിലോ അങ്ങനെ ഓരോരുത്തരും അതിനു വേണ്ടി തയ്യാറായി രാവിലെ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് വലിയ ശ്രേഷ്ഠതയാണല്ലോ. ആ രാത്രിയിൽ ഭൂമി മലക്കുകളാൽ നിബിഡമായിരിക്കുമത്രേ. നിങ്ങൾ വിചാരിച്ചോ ജിബ്രീൽ അലൈഹിസ്സലാം മാത്രമാണ് അന്ന് ഭൂമി ലോകത്തുണ്ടാവുകയെന്ന്? അല്ല, അല്ല, മലക്കുകളുടെ ഒരു ബറ്റാലിയൻ തന്നെ ഇറങ്ങും കേട്ടോ. ഒരു വലിയ ടീം തന്നെ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങും. മലക്കുകളെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, മലക്കുകൾക്ക് കയ്യും കണക്കുമില്ല. മലക്കുകൾക്കതേ കാഞ്ഞങ്ങാട് നടന്ന റമദാൻ പ്രഭാഷണത്തില് മലക്കുകളെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിരുന്നു, മലക്കുകൾക്ക് കയ്യും കണക്കുമില്ല. എത്രയാ അവരുടെ എണ്ണം? ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയൂല. അതേ പരിശുദ്ധമായ ബൈത്തുൽ മഅമൂർ സ്വർഗത്തിലുള്ള ഒരു വീടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീടാണ്. മനോഹരമായ വീടാണ്. ആ വീട് പരിശുദ്ധമായ കഅബയുടെ മുകളിലുള്ള വീടാണ്. ആ വീട്ടില് അല്ലാഹുവിന്റെ ആ പരിശുദ്ധമായ ബൈത്തുൽ മഅമൂറിൽ ഒരു ദിവസം കയറുന്ന മലക്കുകളുടെ എണ്ണം എത്രയാണ്? 70,000 മലക്കുകളാണ്. ആ 70,000 മലക്കുകള് ആ വീട്ടിലേക്ക് കയറിയാൽ പിന്നെ മലക്കുകൾ പുറത്തിറങ്ങൂല. അവരവിടെ തന്നെ. പിറ്റേ ദിവസം 70,000 മലക്കുകള്, പിറ്റേ ദിവസം 70,000 മലക്കുകള്. അങ്ങനെ ഓരോ രാത്രിയിലും 70,000 മലക്കുകൾ കയറിയാൽ സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും ആ ബൈത്തുൽ മഅമൂർ? ആ വീട് എന്തായിരിക്കും? ആ മലക്കുകളുടെ എണ്ണം എത്രയായിരിക്കും? സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ മലക്കുകളുടെ ഒരു വലിയ സംഘം തന്നെ ഭൂമി ലോകത്തേക്ക് ഇറങ്ങും കേട്ടോ. ഭൂമി അന്നത്തെ രാത്രി മലക്കുകളെ കൊണ്ട് നിബിഡമായിരിക്കും. സുബ്ഹാനല്ലാഹ്. വിചാരിച്ചു 1-2 മലക്കുകളാ? അല്ല, ഒരുപാട് മലക്കുകൾ. മലക്കുകളുടെ ആധിക്യമുണ്ടാകും ഭൂമി ലോകത്ത്. ഒരു മലക്ക് എത്ര കൊല്ലം ജീവിച്ചിരിക്കുക പറയാൻ പറ്റുമോ? അതില്ല. സുബ്ഹാനല്ലാഹ്. ഒരു മലക്ക് എത്ര കൊല്ലം ജീവിച്ചിരിക്കുക? ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലും ഒരു മലക്കിനെ കണ്ടു. ചോദിച്ചു, ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആ മലക്കിന് എത്ര വയസ്സായി, എത്ര കൊല്ലായി? ആ മലക്കിനെ അല്ലാഹു സൃഷ്ടിച്ചിട്ട് എത്ര കൊല്ലായി? അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയൂല നബിയേ.
ഞാൻ അദ്ദേഹത്തെ മുമ്പ് കണ്ടിട്ടില്ല, ആ മലക്കിനെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കാം നബിയേ, ആ മലക്കിന്റെ അടുത്ത് പോയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, എത്ര കൊല്ലമായി അല്ലാഹു നിന്നെ സൃഷ്ടിച്ചിട്ട്? അപ്പ ആ മലക്കിന്റെ മറുപടിയാണ്, അല്ലയോ ജിബ്രീൽ അലൈഹിസ്സലാം, എന്നെ എത്ര കൊല്ലമായി സൃഷ്ടിച്ചെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ എനിക്കൊന്നറിയാം, ഓരോ 4 ലക്ഷം വർഷം കഴിയുമ്പോഴും ഞാൻ ഒരു പുതിയ നക്ഷത്രത്തെ കാണാറുണ്ട്. എത്ര വർഷം? 4 ലക്ഷം വർഷം കൂടുമ്പോ അല്ലാഹു ഒരു നക്ഷത്രത്തെ സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെയുള്ള 4 നക്ഷത്രങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. 4 ലക്ഷം വർഷം കൂടുമ്പോ, ഒരു വർഷമല്ല, 2 വർഷമല്ല, 10,000 വർഷമല്ല, 4 ലക്ഷം വർഷം കൂടുമ്പോ ഞാനൊരു നക്ഷത്രത്തെ കാണാറുണ്ട്. അല്ലാഹു ഒരു നക്ഷത്രത്തെ പടക്കാറുണ്ട്. അങ്ങനെയുള്ള 4 ലക്ഷം 4 നക്ഷത്രങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര കൊല്ലായിട്ടുണ്ടാവും? 4 ലക്ഷം വർഷം എന്നൊക്കെ പറഞ്ഞ എന്താ ഇത്? ദുനിയാവിടെ ഉണ്ടായിട്ട് മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടം മുതൽ ഇതുവരെ 1400 വർഷമായിട്ടുള്ളൂ. 1400 വർഷം. ഇത് 4 ലക്ഷം വർഷം എന്നറിയുമ്പോ എത്രയാണ് ആ മലക്കുകൾ, എത്രയായ മലക്കുകൾ ഉണ്ടായിട്ട്. ഈ മലക്കുകൾ എന്ന് പറയുന്ന ഒരു ലോകം എന്താണ്? അവര് ആകാശ ലോകത്തേക്ക് ഇറങ്ങുന്ന രാവാണ്. ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രാവാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാവ്. അപ്പൊ ആ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഒരു രാവിലെ നമ്മളിങ്ങനെ പുതപ്പും പുതച്ചു ഉറങ്ങാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കാം. മലക്കുകൾ വിചാരിക്കൂലേ ഇതെന്ത് മനുഷ്യനാണ്, അല്ലേ? ഇയാൾ എന്ത് മനുഷ്യനാണെന്ന് ആ മലക്കുകൾ മനസ്സിലാക്കൂലേ? നല്ല ഉറക്ക്, 11 മാസം ഉറങ്ങി. ലൈലത്തുൽ ഖദ്റിന്റെ രാവിലൊന്ന്, അതേ പ്രത്യേകിച്ച് ഒറ്റയിട്ട രാവുകളിലൊന്ന് ഉറക്ക് ഒഴിവാക്കണം. അതാണ് മദനീയം കുടുംബത്തോട് പറയാനുള്ളത്. ഈ മലക്കുകളൊക്കെ ആകാശ ലോകത്ത് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് അവരിങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ മലക്കുകൾ ഇങ്ങനെ നിബിഡമായി നിൽക്കുമ്പോ നമ്മളൊരു പുതപ്പിന്റെ ഉള്ളില് അല്ലെങ്കിൽ വീടിന്റെ അകത്തളങ്ങളില് നല്ല കൂർക്കം വലിച്ചിങ്ങനെ ഹോ അങ്ങനെ ഉറങ്ങിയാല് അത് മലക്കുകൾ ഇഷ്ടപ്പെടുവോ? അല്ലാഹ്. അതുകൊണ്ട് ഓ മുഅ്മിനീങ്ങളെ, ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവിലെ ഒന്ന് ഉറക്കമൊഴിയണേ, ഒന്ന് ഉറക്കമൊഴിയണേ, ഒന്ന് ഉറക്കമൊഴിയണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്. കേവലം മലക്കുകളുടെ സാന്നിധ്യം മാത്രമല്ല, എല്ലായിടത്തും അവരുടെ നെറ്റിത്തടങ്ങൾ പതിഞ്ഞിരിക്കുമത്രേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ രാത്രി ഉറക്കമൊഴിയുന്ന ഈ വിശ്വാസിക്ക് വേണ്ടി ഈ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്. അങ്ങനെയുണ്ട്. ഉറങ്ങുന്ന ആൾക്ക് കിട്ടൂല. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് രാത്രിയിൽ ഉറക്കമൊഴിയുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് മലക്കുകളാണ്. നമ്മുടെ വീടുകളിലേക്ക് മലക്കുകൾ വരും. അപ്പോ ഒരു റൂമിന്റെ ഉള്ളിലെ നിസ്കാര കുപ്പായവും ഇട്ട് റബ്ബിനെ ആരാധിച്ച് ഇബാദത്ത് ചെയ്തിരിക്കുന്ന ഒരു ഉമ്മയെ കാണുമ്പോ ആ ഉമ്മക്ക് വേണ്ടി മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആ ദുആ നിങ്ങൾക്ക് വേണ്ടേ ഉമ്മമാരെ, സഹോദരിമാരെ, ഉപ്പമാരെ. ചെറിയ മക്കൾ കൂടി ഉണ്ടായാൽ വലിയ ഭംഗിയാണ്.
ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഇനി എന്റെ വിഷയം എന്ത് ചെയ്യണമെന്നതിലേക്ക് കടക്കുകയാണ്. നമുക്കത് പറയണം അല്ലേ? എന്താ ചെയ്യണ്ടേ? കുറേ ചെയ്യാൻ കഴിയില്ല, എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല. പക്ഷേ ചിലത് ചെയ്താല് ചെറിയ അമലായി, പക്ഷെ വലിയ കൂലി കിട്ടും. അതിലൊന്നാണ് തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരത്തിന്റെ പുണ്യം, അത് വലിയ പുണ്യം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഭൂമിയും അതിലെ സകല വസ്തുക്കളും ഒരു തുലാസിൽ വെക്കുക, എന്നിട്ടതിന്റെ മറുതലക്കൽ ഈ ഇബാദത്തിന്റെ ആ അമലിന്റെ തൂക്കം വെക്കുക. എങ്കിൽ ഏറ്റവും കൂടുതൽ തൂക്കം ലഭിക്കുന്ന ഒരു അമലിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ സ്വഹാബ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, സ്വഹാബ നബിയേ, ആഗ്രഹമുണ്ട് നബിയേ, പറഞ്ഞു തരൂ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതാണ് സ്വലാത്തു തസ്ബീഹ്, തസ്ബീഹ് നിസ്കാരമാണ്. ആ തസ്ബീഹ് നിസ്കാരത്തിന്റെ പ്രതിഫലം ഒരു ഭാഗത്ത് വെക്കുക, മറുഭാഗത്ത് ഭൂമിയും അതിലെ അണ്ഡകടാങ്ങളും ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും വെക്കുക. എന്നാൽ ആകാശവും ഭൂമിയും എല്ലാം മറുതലക്കൽ വെച്ചാലും ഈ തസ്ബീഹ് നിസ്കാരത്തിന്റെ പ്രതിഫലത്തിന്റെ അടുത്ത് എത്തൂല. അതിന്റെ കൂലിക്കാണ് തൂക്കമുണ്ടാവുക. അത് നിങ്ങൾ ജീവിതത്തിൽ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും നിർവഹിക്കണേ. എല്ലാ ദിവസവും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ നിർവഹിക്കണേ. ആഴ്ചയിൽ ഒരിക്കൽ സാധ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ നിർവഹിക്കണേ. അതിനും സാധ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ നിർവഹിക്കണേ. അതിനും സാധ്യമാകുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ഇബാദത്ത് ചെയ്യണേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇബാദത്താണ് തസ്ബീഹ് നിസ്കാരം. വളരെ സിമ്പിളായി വലിയ പുണ്യമുള്ള ഒരു അമലാണ്. ചെയ്താൽ ചെറുത്, കൂലിയാണെങ്കിലോ വലുത്. അങ്ങനെയുള്ള അമലുകൾ ചെയ്യാം. അതിൽപ്പെട്ട ഒന്നാണ് തസ്ബീഹ് നിസ്കാരം. പകലിലാണെങ്കിൽ അത് 4 റക്അത്തും ഒന്നിച്ച് നിസ്കരിക്കലാണ് നല്ലത്. രാത്രിയിലാണെങ്കിൽ ഈ രണ്ട് റക്അത്തായി നിസ്കരിക്കലാണ് പുണ്യം. നിയ്യത്ത് വെക്കുമ്പോ തസ്ബീഹ് എന്ന നിസ്കാരം, തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി വജ്ജഹത്തു പാരായണം ചെയ്ത് ദുആഉൽ ഇഫ്തിതാഹ് നടത്തി അതിനുശേഷം ഫാത്തിഹ ഓതണം. അതിനുശേഷം സൂറത്ത് പാരായണം ചെയ്യണം. ഒന്നാമത്തെ റക്അത്തില് അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അറിയുന്നവര്, അറിയാത്തവര് ഏത് ഓതാം? അറിയുന്നവര് അത് ഓതട്ടെ. എന്നിട്ട് ആ നൃത്തത്തിൽ ചൊല്ലണം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 15 തവണ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ.
എല്ലായി. സുബ്ഹാനല്ലാഹി, അൽഹംദുലില്ലാഹി, അല്ലാഹു അക്ബറുമായി, ലാ ഇലാഹ ഇല്ലല്ലാഹുമായി എല്ലാമുണ്ട്. ഇത് നാലും ഉൾക്കൊള്ളുന്ന ഒരു ദിക്റാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 15 തവണ ചൊല്ലണം. എന്നിട്ട് 15 തവണ ചൊല്ലിയിട്ട് റുക്കൂഇലേക്ക് പോകണം. ആ റുക്കൂഇൽ ഒരാള് സാധാരണ നമ്മൾ റുക്കൂഇൽ ചെല്ലുന്ന ദിക്റുണ്ടല്ലോ, സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി, അത് ചൊല്ലിയതിനു ശേഷം 10 പ്രാവശ്യം റുക്കൂഇൽ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്നിട്ട് റുക്കൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരണം. അവിടെ ഇഅ്തിദാലിൽ ചൊല്ലേണ്ട റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ് എന്ന ദിക്ർ ചൊല്ലിയതിനു ശേഷം അവിടെ ചൊല്ലണം 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്നിട്ട് നേരെ ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകണം. സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലണം, സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി. എത്രയാണ് സുജൂദിൽ അത് ചൊല്ലേണ്ടത്? അതേ 3 പ്രാവശ്യമാണ്. 11 വരെ ചൊല്ലൽ സുന്നത്താണ്. 11 വരെ ചൊല്ലാം. നീണ്ട സുജൂദാകും. അല്ലാഹുവിന്റെ മുന്നിൽ ഒരു അടിമ നിർവഹിക്കുന്ന ഏറ്റവും പുണ്യമേറിയ ഒരു അമല് അത് സുജൂദാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമ ഉടമയുടെ മുന്നിൽ പരിപൂർണമായ വണക്കമാണ്, താഴ്മയാണ്, പരിപൂർണമായ കീഴ്പ്പെടലാണ് സുജൂദ് എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്യുന്ന വലിയൊരു പുണ്യമേറിയ ഒരു ഇബാദത്താണ്. ആ സുജൂദിൽ ഇങ്ങനെ 2 കൈയും 2 കാലിന്റെ ഭാഗങ്ങളും 2 മുട്ടും നെറ്റിത്തടവും മൂക്കുമെല്ലാം വെച്ച് അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്യുന്ന വല്ലാത്തൊരു ഇബാദത്ത്. അവിടെ വെച്ച് ഇങ്ങനെ ചൊല്ലണം, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 10 പ്രാവശ്യം അവിടെ ചൊല്ലണം. എന്നിട്ട് 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് വരണം. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി. വലിയ ദുആയാണ് കേട്ടോ. ആ ദുആ ആരും ഒഴിവാക്കരുതേ. 2 സുജൂദിന്റെ ഇടയിൽ നടത്തുന്ന ദുആ വലിയ ദുആയാണ്. അതിലെല്ലാം ഉണ്ട്, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി. എല്ലാം ഹിദായത്ത് തരണേ, ഭക്ഷണം തരണേ, എനിക്ക് റഹ്മത്ത് ചൊരിയണേ, മഗ്ഫിറത്ത് നൽകണേ, എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. വല്ലാത്തൊരു ദുആയാണ്. അത് കഴിഞ്ഞ് ആ ഇരുത്തത്തിൽ 10 പ്രാവശ്യം വീണ്ടും സുജൂദിലേക്ക് പോകണം. അവിടെ 10 പ്രാവശ്യം. പിന്നെ എഴുന്നേൽക്കാൻ പാടില്ലല്ലോ. അവിടെ ഒരു ഇരുത്തമുണ്ടല്ലോ, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്നാണ് ആ ഇരുത്തത്തെ കുറിച്ച് പറയുന്നത്. അത് എല്ലാ നിസ്കാരത്തിലും സുന്നത്താണ്. സുജൂദ് കഴിഞ്ഞ് 2ാമത്തെ സുജൂദ് കഴിഞ്ഞ് ഒറ്റയടിക്ക് മുകളിലേക്ക് വരാതെ അവിടെ ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുക എന്നത് എല്ലാ നിസ്കാരത്തിലും സുന്നത്താണ്. അവിടെ ഇരിക്കണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അവിടേക്ക് വന്ന് അവിടെ ഇരുന്ന് 10 പ്രാവശ്യം അവിടെ മറ്റു ദിക്റുകളൊന്നും ചൊല്ലാനില്ല. ഇത് 10 പ്രാവശ്യം ചൊല്ലണം. എന്നിട്ട് അയാള് നേരെ നൃത്തത്തിലേക്ക് വരണം. അവിടെ നൃത്തത്തിലേക്ക് വരുമ്പോ തക്ബീർ ചൊല്ലേണ്ടതില്ല. കാരണം നേരത്തെ 2ാമത്തെ സുജൂദിൽ നിന്ന് വരുമ്പോ തക്ബീർ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു തക്ബീറിന്റെ ആവശ്യമില്ല. ആരെങ്കിലും ചൊല്ലിപ്പോയാൽ നിസ്കാരം ബാത്തിലാകുമെന്നല്ല, അവിടെ ചൊല്ലേണ്ട ആവശ്യമില്ല. ചൊല്ലേണ്ടത് ചൊല്ലേണ്ടാത്ത ഒരു കാര്യം ചൊല്ലരുത്. അങ്ങനെയാണ്. ചൊല്ലണ്ട.
അവിടെ നേരത്തെ ചൊല്ലിപ്പോയി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് വന്നത്. പിന്നെ എഴുന്നേൽക്കുമ്പോ തക്ബീർ ഇല്ലാതെ എഴുന്നേൽക്കുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറയുന്ന ചെറിയ സൂറത്ത് ഓതുക. എന്നിട്ട് നിസ്കരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ 15, 10, 10, 10 അങ്ങനെ ഒരു റക്അത്ത് പൂർത്തിയാകുമ്പോ 75 പ്രാവശ്യം, 2 റക്അത്ത് പൂർത്തിയാകുമ്പോ 150 പ്രാവശ്യം അത് ചൊല്ലുകയാണ്. ഇവിടെ സ്വാഭാവികമായും ഒരു സംശയം വരാം. എന്താണ് ആ സംശയം എന്ന് പറയുന്നത്? ഒരാള് രണ്ട് സുജൂദ് കഴിഞ്ഞ് രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് ഒരാള് പെട്ടെന്ന് നൃത്തത്തിലേക്ക് വന്നുപോയി. അവിടെ 10 സുജൂദ് ചെല്ലേണ്ട സ്ഥലമുണ്ടല്ലോ, ഇസ്തിറാഹത്തിന്റെ ഇരുത്തുണ്ടല്ലോ, അവിടെ സുജൂദ് ചെയ്യാൻ മറന്നുപോയി. അയാൾ നേരെ നൃത്തത്തിലേക്ക് എത്തി. അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വരുന്നത്, സുബ്ഹാനല്ലാഹ്, ഞാന് ദിക്ർ ചൊല്ലിയിട്ടില്ലല്ലോ. എന്ത് ചെയ്യണം അയാള്? അയാൾ ഫാത്തിഹയുടെ മുമ്പ് അയാൾ 10 പ്രാവശ്യം ആ ദിക്ർ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്നിട്ട് ഫാത്തിഹ ആരംഭിക്കണം. എന്നിട്ട് സൂറത്ത് ഓതണം. എന്നിട്ട് 15 പ്രാവശ്യം നൃത്തത്തിൽ ചൊല്ലേണ്ടത് ചൊല്ലണം. നൃത്തത്തിൽ മറന്നുപോയാലോ ത്വീലായ ഫർളുകൾ അത് ചെയ്യണം, പകരമായി കൊണ്ടുവരണം. മനസ്സിലായില്ല? നൃത്തത്തിൽ ഒരാൾ 15 പ്രാവശ്യം സൂറത്ത് കഴിഞ്ഞപ്പോൾ അയാൾ അറിയാണ്ട് റുക്കൂയിലേക്ക് പോയി. ഈ റുക്കൂ എന്ന് പറഞ്ഞാൽ ത്വീലായ ഫർളാണ്. അതുകൊണ്ട് തന്നെ ത്വീലായ ഫർളില് ആ 15 പ്രാവശ്യം നൃത്തത്തിൽ മറന്നുപോയ ദിക്ർ അവിടെ ചൊല്ലണം, റുക്കൂയിൽ ചൊല്ലണം. ഒരാൾ റുക്കൂയിൽ മറന്നുപോയി. ശ്രദ്ധിച്ചോ. ഒരാൾ റുക്കൂയിൽ മറന്നുപോയി. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അതിങ്ങനെ ചൊല്ലാൻ മറന്നുപോയി. ഇഅ്തിദാലിൽ എത്തിയപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്, ഞാൻ റുക്കൂയിൽ ദിക്ർ ചൊല്ലിയിട്ടില്ല. ദിക്ർ പകരമായി ഇഅ്തിദാൽ ചൊല്ലാൻ പറ്റുമോ? പറ്റൂല. അത് ഖസീറായ ഫർളാണ്, ത്വീലായ ഫർളല്ല. അവിടെ പകരം കൊണ്ടുവരാൻ പറ്റൂല. അവിടെ ഇഅ്തിദാലിലുള്ള 10 മാത്രമേ ചൊല്ലാവൂ. പിന്നെ ഈ റുക്കൂയിൽ മറന്നുപോയ ഈ ദിക്ർ അയാൾ എവിടെ കൊണ്ടുവരണം? അയാൾ സുജൂദിൽ കൊണ്ടുവരണം. സുജൂദ് ത്വീലായ ഫർളാണ്, അവിടെ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായില്ല? മനസ്സിലായിന്നോ മനസ്സിലായില്ലെന്നോ? ത്വീലായ ഫർള്, റുക്കൂ ത്വീലായ ഫർളാണ്. ഇഅ്തിദാൽ ത്വീലായ ഫർള് എന്നാല് നീണ്ടു നിൽക്കുന്ന ഫർള്, കുറെ സമയം നിൽക്കാം, ഉപയോഗപ്പെടുത്താം. അതുപോലെ സുജൂദ് ത്വീലായ ഫർളാണ്. അതേ സമയത്ത് ഇഅ്തിദാൽ ത്വീലായ ഫർളല്ല. അതുപോലെ 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം അതും ത്വീലായ ഫർളല്ല. നഷ്ടപ്പെട്ടത് തിരിച്ചു കൊണ്ടുവരാം. എവിടെ? ത്വീലായ ഫർളിൽ തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ ഒരാൾ നൃത്തത്തിൽ മറന്നുപോയാൽ അത് റുക്കൂയിൽ കൊണ്ടുവരാം. റുക്കൂയിൽ മറന്നുപോയാൽ അത് ഇഅ്തിദാലിൽ കൊണ്ടുവരാൻ പാടില്ല, അത് സുജൂദിൽ കൊണ്ടുവരണം. മറക്കല് അപൂർവമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ പറയുകയാണ്. അത് പറഞ്ഞു തന്നില്ലെങ്കിൽ ആ കുടുംബം നിസ്കാരത്തിനിടയിൽ ഉസ്താദേ ഞാനിങ്ങനെ പെട്ടുപോയി, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വിളിച്ച് ചോദിക്കാൻ പറ്റൂലല്ലോ.
അതുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ 15 അങ്ങനെ 75 തവണയാണ് ഒരു റക്അത്തിൽ ഇത് ചൊല്ലുക. ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ച് നല്ല ഉന്മേഷത്തോടെ നിസ്കരിക്കണം. ഒരു റക്അത്ത് ഇങ്ങനെ കഴിയുമ്പോ ഉറക്കിങ്ങനെ വരാൻ പാടില്ല, ക്ഷീണമുണ്ടാകാൻ പാടില്ല. നല്ല ഉന്മേഷത്തോടെ ചെയ്യേണ്ട ഒരു അമലാണ്. ആ അമല് വല്ലാത്തൊരു അമലല്ലേ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെല്ലിയാൽ മതി, തിരക്ക് കൂട്ടണ്ട. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വല്ലാഹു അക്ബർ. എന്തിനാ അങ്ങനെ നിസ്കരിക്കണം കേട്ടോ. അങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. തിരക്ക് കൊണ്ട് പെട്ടെന്ന് തീർക്കണല്ലോ. അതിന് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വല്ലാഹു അക്ബർ എന്താ ചൊല്ലുക? സുബ്ഹാനല്ലാഹി ചൊല്ലിയിട്ടില്ല, വൽഹംദുലില്ലാഹി ചൊല്ലിയിട്ടില്ല, വലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിയിട്ടില്ല, വല്ലാഹു അക്ബറും ചൊല്ലിയിട്ടില്ല. തിരക്കോട് തിരക്കാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സമയമെടുത്ത് ചെല്ലിയാ മതി. ഒരു നന്നായി ഇങ്ങനെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കരിക്കുന്ന ആൾക്ക് എത്ര സമയം വേണ്ടി വരും? 1 മണിക്കൂറൊന്നും വേണ്ട. ചുരുങ്ങിയത് ഒരു 20-25, കൂടിയ ഒരു 1/2 മണിക്കൂർ കൊണ്ട് തീരും. 20 മിനിറ്റ് മതി 2 റക്അത്ത് നിസ്കരിക്കാൻ. ഇനി കൂടിയാൽ ഒരു 1/2 മണിക്കൂർ വേണ്ടി വരും. ഇത് ഒന്ന് ഈ രാത്രിയിൽ ഒന്ന് ചെയ്യണേ, ഉപയോഗപ്പെടുത്തണേ. 3-ാമത്തെ റക്അത്തിലെ സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതണം. 4-ാമത്തെ റക്അത്തിലെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിസ്കരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാവും. എന്നാലും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഒറ്റയിട്ട രാവിൽ എല്ലാവരും ഇത് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സ്വീകരിക്കുന്ന ഇബാദത്തുകളായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പിന്നെന്താ ചെയ്യാൻ പറ്റിയത്? പിന്നെയാണ് ഖുർആനിന്റെ പകുതി എന്ന് അറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ടല്ലോ. ഏതാണ് ആ സൂറത്ത്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. അത് 2 പ്രാവശ്യം ഓതിയാൽ ഒരു ഖത്മ് ചെയ്ത കൂലിയാണ്. അങ്ങനെയുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ യൗമഇദിൻ യസ്ദുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഇത് ഒരാള് ഒരു തവണ ഓതിയാൽ ഖുർആൻ പകുതി ഓതിയ കൂലിയാണ്. 2 തവണ ഓതിയാലോ ഖുർആൻ ഖത്മ തീർത്ത കൂലിയാണ്. അപ്പൊ അത് പാരായണം ചെയ്യാം. പിന്നെയോ സൂറത്തുൽ കാഫിറൂനയുണ്ടല്ലോ, അത് 4 തവണ ഓതിയാൽ ഖത്മ ചെയ്ത കൂലിയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഇത് 4 തവണ ഓതിയാൽ, ഒരു തവണ ഓതിയാൽ ഖുർആനിന്റെ 4-ൽ 1 ഓതിയ കൂലിയാണ്. 2 തവണ ഓതിയാൽ ഖുർആൻ പകുതി ഓതിയ കൂലിയാണ്. 3 തവണ പാരായണം ചെയ്താൽ ഖുർആനിന്റെ 4-ൽ 3 ഓതിയ കൂലിയാണ്. 4 തവണ ഓതിയാൽ ഖുർആൻ മുഴുവനും ഖത്മ ചെയ്ത കൂലിയാണ്. അതും ഉപയോഗപ്പെടുത്താം. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ ഓതിയാൽ ഖുർആനിന്റെ 3-ൽ 1 ഓതിയ കൂലിയാണ്. 2 തവണ ഓതിയാലോ 3 തവണ പാരായണം ചെയ്താലോ വിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായി ഖത്മ ചെയ്ത കൂലിയാണ്. ഇതും ധാരാളമായി ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ധാരാളമായി ചെയ്യാം.
അങ്ങനെയാണ്. ചെറിയ അമല് കൊണ്ട് വലിയ കൂലി കിട്ടുന്നതാണ്. യാസീൻ ഓതിയാലോ 10 ഖത്മ ചെയ്ത കൂലിയാണ് ലഭിക്കുന്നത്. യാസീനെ ആരും വെറുതെ കാണണ്ട. ഒരു യാസീൻ ഒരാൾ ഓതിയാൽ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഖൽബാണ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഒരു തവണ ഒരാൾ പാരായണം ചെയ്താൽ 10 ഖത്മ ചെയ്ത കൂലിയാണ്. അപ്പൊ യാസീൻ ഓതണം, ഒക്കെ ചെയ്യാം. നിങ്ങൾ എല്ലാ ദിവസവും മദനിയത്തിന് നമ്മൾ യാസീൻ ഓതാറുണ്ടല്ലോ. കുറഞ്ഞ ആളുകൾ ഇതിൽ പങ്കെടുക്കാറുണ്ട്, കുറെ ആളുകൾ അത് കഴിഞ്ഞാ വരാം. എല്ലാ ദിവസവും യാസീൻ ഓതണം. ഒരു യാസീൻ ഓതിയാൽ 10 ഖത്മ ചെയ്ത കൂലിയാണ് അല്ലാഹ് തരികയാണ്. വെറുതെ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? മീസാനിൽ ഇങ്ങനെ കനം തൂങ്ങട്ടെ, നന്മകൾ ധാരാളം ഉണ്ടാകട്ടെ. ഇപ്പൊ ചെറുത് കൊണ്ട് വലുത് നേടുന്ന ഒരുപാട് അമലുകൾ ഉണ്ടെങ്ങനെ. ആ അമലുകൾ ചെയ്യണം, ആ അമലുകൾ കൊണ്ടുവരണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. എന്താ ദിക്റിന്റെ കൂലി? ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂലി എത്രയാണെന്ന് അറിയുമോ? സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ് എന്നല്ല, അല്ലാഹ്, അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ ആ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് ലാ ഇലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ് എന്നതൊക്കെ സൂക്ഷിച്ച് ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ അതിന്റെ കൂലി എന്താ? നൂഹ് നബി അലൈഹിസ്സലാം മക്കളെ വിളിച്ചിട്ട് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം മക്കളെ വിളിക്കാണ്, മക്കളെ നിങ്ങൾ ചൊല്ലണം കേട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കൂലി എത്രയാണെന്ന് അറിയുമോ? സുബ്ഹാനല്ലാഹ്, ആകാശഭൂമിയിലുള്ള മുഴുവനും ഒരു തുലാസിൽ വെച്ചിട്ട് മറുതലക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരൊറ്റ ദിക്റിന്റെ പ്രതിഫലം വച്ചാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒറ്റ ദിക്റിന്റെ പ്രതിഫലത്തിനാണ് കൂലി കൂടുതലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് പറഞ്ഞ കാര്യം അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു തരുകയാണ്. പഠിക്കണേ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ധാരാളം ചൊല്ലിക്കോ. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ 80 വർഷത്തിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ചൊല്ലിയ കൂലിയാണ്. എത്ര കൂലിയാ? നഷ്ടപ്പെടുത്തല്ല, നഷ്ടപ്പെടുത്തല്ല. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ ചെയ്യേണ്ടെന്താ? പിന്നെ ചെയ്യണം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ലൈലത്തുൽ ഖദ്റാണെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു രാവിലെ ഞാൻ എന്താണ് നബിയെ കൂടുതൽ ചെയ്യേണ്ടത് എന്ന് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടിയാണ് അഫുവിനെ ചോദിക്കണം ആയിഷ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ. ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഒറ്റയിട്ട രാവിൽ കൂടുതലായി ചൊല്ലേണ്ട ഒരു ദിക്ർ ഇതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി നമുക്ക് അത് കൂടുതലായി ചൊല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നക അഫുവൻ അഫുവൻ വൻ അഫുവൻ അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അഫ്വ വാവിനെ നിർത്തിയിട്ട് ഫഅഫു അന്നി ഫാ കൊണ്ട് തുടങ്ങണം. ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. കളിയല്ല, അങ്ങനല്ല. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അങ്ങനെ ഫാ കൊണ്ടൊരു കളിയുണ്ട് പറയാള്. എന്തിനാ പറയണത്? അങ്ങനൊന്നല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല.
അവിടെ ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവൻ അഫുവൻ തുഹിബ്ബുൽ അഫ്വ 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 ഫഅഫു അന്നി ഫഅഫു അന്നി ഫഅഫു അന്നി അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അത് ചൊല്ലണം, അങ്ങനെ ചൊല്ലണം. അതാണ് ചെയ്യേണ്ടത്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഇതാണ് നിങ്ങൾ കൂടുതലായി ചെയ്യേണ്ടത്. ആയിഷ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇതൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ദിക്ർ ചൊല്ലി നിസ്കരിച്ചു, ഖുർആൻ ഓതി, റെഡി, എല്ലാം വേണം. പക്ഷേ എല്ലാം ചെയ്തതിന്റെ ശേഷം ആ അമലുകളുടെ കൂടെ ഒരു ചേരുവ ചേർക്കാനുണ്ട്. ആ ചേരുവ ചേരുമ്പോഴാണ് ഈ അമലുകളെല്ലാം പൂർണ്ണമാകുന്നത്. അത് ഏത് അമലാണെന്നറിയുമോ? അസ്വലാത്തു അലൻ നബിയിൽ മുസ്തഫ മുസ്തഫായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ്. അതും ഒന്ന് ധാരാളം ചൊല്ലണേ. അപ്പൊ നല്ല മട്ടാവും. അങ്ങനെയാണ്. ബിരിയാണി ഇങ്ങനെ വയ്ക്കുമ്പോ ആ ബിരിയാണിയുടെ കൂടെ കുറച്ച് ചമ്മന്തിയും അതുപോലെ തന്നെ കുറച്ച് കച്ചമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. അപ്പൊ ഈ അമലുകളൊക്കെ ചെയ്യുന്ന റെഡി. ദിക്ർ, സ്വലാത്ത്, സൂറത്ത് യാസീൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, എല്ലാം ചെറിയ അമല് കൊണ്ട് വലിയ കൂലി ഒക്കെ ചെയ്തോ. ഇതൊക്കെ ചെയ്തിട്ട് അവസാനം അതിന്റെ ആ ഒരു ഭംഗി അതെവിടെയാണ്? അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ. ഹബീബായ തങ്ങളെ മറന്നിട്ട് ഒരു ഇബാദത്തുമില്ല കേട്ടോ. ആ അമല് പൂർണ്ണമല്ല, ആ ഇബാദത്ത് പൂർണ്ണമല്ല. അങ്ങനെയുള്ള അമല് അല്ലാഹുവിന് ഇഷ്ടവുമല്ല. അല്ലാഹുവിന് ഇഷ്ടം അല്ലാഹ് എവിടെയൊക്കെ അല്ലാഹനെ കുറിച്ച് പറഞ്ഞോ ഇവിടൊക്കെ റസൂലുള്ളാഹിനെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അല്ലാഹുവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വല്ലാത്തൊരു ബന്ധമാണ്. ആ ബന്ധം മുറിച്ചുകൊണ്ടുള്ള ഒരു ഇബാദത്ത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അത് നിസ്കാരമായിക്കോട്ടെ, റബ്ബിനോട് ചോദിക്കുന്ന ദുആ, ഒരാൾ ദുആ ഇറക്കുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് പറയേണ്ടത് സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഇങ്ങനെ മുത്തുനബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാതെ തുടങ്ങുന്ന ദുആ റബ്ബ് സ്വീകരിക്കൂല. എന്തിനും അല്ലാഹുവിന്റെ റസൂൽ അവിടെ വേണം. ഏത് ഇബാദത്തിലും അല്ലാഹുവിന്റെ റസൂൽ വേണം. അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അങ്ങനെ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ പറ്റിയ എല്ലാ സ്വലാത്തും ചൊല്ലാം. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ 6 ലക്ഷത്തോളം സ്വലാത്ത് ചൊല്ലിയ കൂലിയുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. അത് ചൊല്ലാം, ധാരാളം ചൊല്ലാം. ഇരുന്നങ്ങ് ചെല്ലന്നെ, എന്തൊരു ആനന്ദം ഉണ്ടാവും. നിനക്ക് സമയം കിട്ടണം, അതിന് തിരക്കുകളൊക്കെ ഒഴിവാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഉറങ്ങണം, പകലൊന്നും ഉറങ്ങണം. ഒരാൾ ഉറങ്ങിയിട്ടുണ്ടാവും, ഉറങ്ങണം. പകൽ ഉറങ്ങിയാലേ നിനക്ക് ടേസ്റ്റ് കിട്ടും. അത് ഏത് ഇബാദത്തും അങ്ങനെയാണ്. ഉംറ ചെയ്യാണെങ്കിൽ നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടൊന്ന് ഉംറ ചെയ്യാൻ പോയി നോക്ക്. ഉംറക്കുള്ള ഉന്മേഷം ഭയങ്കര ഉന്മേഷമായിരിക്കും. അതെന്റെ ജീവിതത്തിലുള്ള അനുഭവം കൊണ്ട് പറയാം. നന്നായി ഒന്ന് ഉറങ്ങുക, എന്നിട്ട് ആയിഷ പള്ളിയിൽ പോയി ഇഹ്റാം കെട്ടുക. കുളിച്ച് ഇഹ്റാം കെട്ടി വന്നിട്ടൊരു ഉംറ ചെയ്തോക്ക്. സുബ്ഹാനല്ലാഹ്, ആ ഉംറക്കുണ്ടാകുന്ന ടേസ്റ്റ് വേറെ ഒരു ഉംറക്കുണ്ടാവൂല. നല്ല ഉന്മേഷം ഉണ്ടാവും. ഇതിങ്ങനെ ഉറങ്ങാണ്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങി
ഇങ്ങനെ ഉറങ്ങാണ്ട് ഇങ്ങനെ ഒരേ ഉറക്കം കഴിഞ്ഞ് പിന്നെ ഒരു തവാഫിന്റെ ഒരു കോലം സഈ ചെയ്യുമ്പോ ഈ ഉറക്കിങ്ങനെ വരികയാണ്. കഅബ നോക്കാൻ കഴിയണില്ല, കഅബന്റെ അടുത്തുനിന്ന് കരയാൻ കഴിയണില്ല. ഇതിങ്ങനെ ഒരേ ഉംറ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാണ്ട് കുറെ ഉംറ ചെയ്യല്ല, ചെയ്യുന്ന ഒരു ഉംറ നല്ല മട്ടത്തിൽ ചെയ്യാം. നല്ല മട്ടത്തിൽ ചെയ്യണമെങ്കിലോ നന്നായി ഒന്ന് കിടന്നുറങ്ങണം. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോയാൽ നല്ല AC ഉള്ള റൂമും ഹോട്ടലും സൗകര്യമൊക്കെ ഉണ്ടാവും. അപ്പോ നല്ല പതച്ചിട്ട് നല്ലൊരു ഉറക്കുറങ്ങാം. 10 ഉംറ ചെയ്യുന്നതും 3 ഉംറ ചെയ്യുന്നതും ചിലപ്പോ 10 ഉംറനേക്കാൾ നല്ലത് 3 ഉംറ ചെയ്യലായിരിക്കും. കാരണം നല്ല ഉന്മേഷവാനായി നന്നായി ഉറങ്ങി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റാഹത്തായി ഒരു കുളി അങ്ങോട്ട് കുളിച്ച് ഒന്ന് ഇഹ്റാം കെട്ടി വന്നിട്ട് ഉംറ ഉണ്ടല്ലോ, ആ ഉംറ 1.5 ഉംറയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സമയം കിട്ടിയില്ല എന്ന് പറയുന്ന ആള് സമയം കിട്ടണം, കുറച്ചൊക്കെ ഉറങ്ങാൻ വേണ്ടി സമയം കണ്ടെത്തണം. നമുക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ള പ്രയാസമാണ്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്ക് വരാത്ത കുറെ ആളുണ്ട്. റബ്ബേ ആവശ്യമായ ഉറക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. ഉറങ്ങിയിട്ട് ഉറക്കന്നായി പോണ്ട. ചില ആളുകൾ വിളിക്കുന്ന ഉസ്താദ് ഉറങ്ങാൻ പറഞ്ഞിനെ, സാധാരണ എന്ന് ഉറങ്ങുന്ന ആൾ തന്നെയാണ്. ഇത് ഉറക്കിന്റെ മുകളിൽ ഉറക്കായി പോയി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഉറങ്ങാൻ വേണ്ടി പറയേണ്ട ഉസ്താദ്, അല്ലെങ്കിൽ തന്നെ ഉറക്കന്നെയാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ധാരാളം നന്മ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉറക്ക് വരുന്നില്ല എന്ന് നമ്മളെ ചെറിയ മോനോട് ഞാൻ പറഞ്ഞു, ഉറക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ നമ്മളെ മൊയ്നുദ്ദീൻ ചെറിയ മോൻ, ഓൻ പറഞ്ഞ മറുപടിയാണ്, ഉപ്പ ഉറക്ക് വരണമെങ്കിൽ കണ്ണടച്ചു പിടിക്കണം, മൊബൈല് ഫോൺ എടുത്തു വെക്കണം, എന്നിട്ട് കണ്ണ് അടച്ചു പിടിക്കുക, എന്നിട്ട് ഉറങ്ങും പോലെ ആക്കുക. ഇങ്ങനെ ആക്കിയാൽ മതി, അപ്പൊ ഉറക്ക് വരുന്ന അവൻ പറഞ്ഞു. അത് ഓന്റെ ബുദ്ധിയിലുണ്ടായ ഒരു ശൈലിയാണ്. ഈ മൊബൈൽ ഇങ്ങനെ പിടിച്ച് കിടന്ന് ഉറക്ക് വരാനാ. മൊബൈൽ ഉണ്ടായാലും ഉറക്ക് വരൂല. ഉറക്ക് വരണോ, മൊബൈൽ ഒരു ഭാഗത്ത് എടുത്ത് വെക്കണം. യാ അല്ലാ എന്ന് പറഞ്ഞിട്ട് മൊബൈൽ എടുത്ത് വെച്ചാലേ ഉറക്ക് വരും. പിന്നെ കണ്ണൊക്കെ അടച്ചിട്ട് ഇങ്ങനെ ഉറങ്ങണം. ഉറങ്ങാന്ന് പറഞ്ഞാല് നല്ല വിശ്രമം ഉണ്ടായാൽ മതി. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഈ പവിത്രമായ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന പുണ്യമേറിയ രാത്രികളിൽ ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എല്ലാ മഹാന്മാരുടെയും പേരിൽ കഴിയുമെങ്കിൽ ഒന്ന് അവരുടെ പേരിൽ ഖുർആൻ ഓതി ഹദിയ ചെയ്യണം. മഹാന്മാരായ അമ്പിയാക്കളുടെ പേരിൽ, ഔലിയാക്കളുടെ പേരിൽ ഈ രാത്രിയിൽ അവരെ നമ്മൾ ഓർത്താൽ അല്ലാഹുവിന്റെ അടുക്കൽ അത് ഖബൂലിയത്തുണ്ടാകാനുള്ള വലിയ കാരണമാകുമേ മുഅ്മിനീങ്ങളെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, സാധുക്കളാണ്, പാപികളാണ്, വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ദീർഘ ആയുസ് തരണേ റബ്ബേ.
ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ റഹ്മാനെ. ഞങ്ങളെ മുറാദുകളെല്ലാം നീ ഹസുലാക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും ചൊരിയണേ റഹ്മാനെ. റാഹത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. എല്ലാ ഖൈറിന്റെ വഴികളും ഞങ്ങൾക്ക് നീ തുറന്നു തരണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാനെ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഈമാനെ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. സലാമത്ത് നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ റബ്ബേ. ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ റബ്ബേ. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. സലാമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾ റമദാൻ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് റബ്ബ് നമ്മുടെ റമദാനെ ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ റമദാൻ സ്വീകരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. രാത്രിത്തെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്. എല്ലാവരും ഷെയർ ചെയ്യണം. എല്ലാവരും ഒരാള് പോലും ഒഴിവാകാതെ എല്ലാവരും പരമാവധി ഒരാൾ ഒരു ദിക്റ് ചൊല്ലി അതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് എല്ലാവരും പോയിക്കോ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒരാള് പോലും ഒഴിവാകരുത്. എല്ലാവരും ഷെയർ ചെയ്യണം. മുഴുവൻ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. പരമാവധി നിങ്ങളുടെ ഗ്രൂപ്പുകളിലും കുടുംബങ്ങളിലും എല്ലാത്തിലും അയച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. ഒരു 10 മിനിറ്റ് അതിനു വേണ്ടി മാറ്റി വെക്കുക. എല്ലാവരും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു മുറാദ് ഹസുലാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.